എല്ലാ വൈഷ്ണവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. പഞ്ചകൽപ്പതരുദേശ കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, जय द्वैत चंद्र जय गौर भक्त वृंदा. श्री चैतन्य चरितामृतम की जय. कृष्णदास कविराज गोस्वामी महाराज की जय. नमो ज्ञानातिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्री गुरुवे नमः. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने. नमस्ते सरस्वती देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिम्. मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. हरि ओम्. So, Hare Krishna. Last session le I think Achyutendra Prabhuji importance of accepting Guru വരെ നമ്മൾ വായിച്ചു. സോ അത് കഴിഞ്ഞിട്ട് ഉള്ളത് നമുക്കിന്ന് നോക്കാം. Asha Mataji, can you please help me with Mataji, page number 22, first paragraph. അല്ല മാതാജി, എൻ്റെ അടുത്ത് ഇംഗ്ലീഷാ ഉള്ളത്. മാതാജി ഒന്ന് വായിക്കൂ ആ പാരഗ്രാഫ്. ഇൻ ശ്രീമദ് ഭാഗവത് ഇംഗ്ലീഷ് വായിച്ചാൽ കുഴപ്പമില്ല. ഞാനായി അപ്പൊ ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. പ്രണാമം പ്രഭുജി. മാതാജി, നമ്മുടെ ഇന്ന് ഒരു ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്റെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. അപ്പൊ ബുക്ക് നമ്മുടെ കയ്യിലില്ല, ഹിയറിംഗ് മാത്രം. എന്റെ കയ്യിൽ ഇംഗ്ലീഷാ ഉള്ളത് പ്രഭു. അപ്പൊ മലയാളം ഉള്ളവർ ആരെങ്കിലും വെച്ചിരുന്നെങ്കിൽ ആരെങ്കിലും മലയാളം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ പ്ലീസ്? പേജ് നമ്പർ 22. ഭൗതിക പ്രപഞ്ചത്തിന് പുറമേ ഉള്ള വൈകുണ്ഠ ഗ്രഹയൂഥങ്ങളെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വളരെയധികം വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ സങ്കല്പാതീതമായ വളരെയധികം വിവരങ്ങൾ ചൈതന്യ ചരിതാമൃതത്തിലുമുണ്ട്. പരീക്ഷണാത്മകമായ പ്രക്രിയയിലൂടെ ഈ ജ്ഞാനത്തെ പ്രാപിക്കാനുള്ള ഏത് പരിശ്രമവും പരാജിതമാകും. അതിനാൽ ഈ അറിവിനെ അതേപടി സ്വീകരിക്കുക മാത്രമേ നിർവാഹകമുള്ളൂ. വൈദിക സമ്പ്രദായം അനുസരിച്ച് അതീന്ദ്രിയ ശബ്ദത്തെ ആധികാരിക പ്രമാണമായി സ്വീകരിക്കണം. വൈദിക ജ്ഞാനത്തിൽ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അത് പരിശുദ്ധമാണെങ്കിൽ പ്രാമാണികമായി അംഗീകരിക്കപ്പെടുന്നു. ഭൗതിക ലോകത്തിൽ പോലും നാം ടെലിഫോണിലൂടെയും റേഡിയോയിലൂടെയും 10,000-കണക്കിന് മൈലുകൾക്കപ്പുറത്തു നിന്ന് അയക്കപ്പെടുന്ന വളരെയധികം വിവരങ്ങൾ സ്വീകരിക്കുന്നു. ഈ വിധത്തിൽ നാം നമ്മുടെ നിത്യജീവിതത്തിലും ശബ്ദത്തെ പ്രാമാണികമായി സ്വീകരിക്കുന്നു. വിവരം നൽകുന്ന ആളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അയാൾ നൽകുന്ന വിവരങ്ങളെ നാം ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിവയ്ക്കുന്നു. അതുകൊണ്ട് വൈദിക ജ്ഞാനത്തിന്റെ സംപ്രേഷണത്തിൽ ശബ്ദസ്പന്ദനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഹരേകൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു സോ മച്ച്. അപ്പം ചൈതന്യ ചരിതാമൃത വന്നിട്ട് വായിക്കുമ്പോ ആക്ച്വലി ഓരോരോ അംഗവും വന്നിട്ട് തൃപ്തിപ്പെടണമെങ്കിൽ വി ഹാവ് ടു സാറ്റിസ്ഫൈ തനിയെ ആയി തൃപ്തിപ്പെടണമെങ്കിൽ
തനിയെ നമുക്ക് എന്തെങ്കിലും കാണണം. അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂസിക് കേട്ടാലേ നമ്മുടെ ചെവികൾ തൃപ്തിയാവുള്ളൂ. അതുപോലെ ടേസ്റ്റ് ആയാലും ടേസ്റ്റി ഫുഡ് കഴിക്കണം, ടങ് തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട്. സെൻസ് ഓഫ് ടച്ച്, സ്മെല്ലിങ്, അങ്ങനെ ഓരോരോ ഇന്ദ്രിയത്തെയും നമ്മൾ തൃപ്തി ചെയ്യണം. വി ട്രൈ വെരി ഹാർഡ് ടു സാറ്റിസ്ഫൈ ആ സെൻസസ്. നമ്മുടെ സെൻസസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ വന്നിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് വി ഫെയിൽ ഓൾസോ. സെൻസസിനെ എത്ര തൃപ്തി ചെയ്താലും നമുക്ക് ദേ കീപ് ഡിമാൻഡിങ് മോർ ആൻഡ് മോർ. ഇതില് ചൈതന്യ ചരിതാമൃത പറയുന്നുണ്ട്, ചൈതന്യ ഗോസാരി ലീല അമൃതേ സർവേന്ദ്രിയ അയാള് അവര് വിചാരിച്ചു എന്നിട്ട് വേറെ എന്തോ കാണിക്കുന്ന, അവര് നോക്കണ നോട്ടം കണ്ടില്ലേ? ഹരേ കൃഷ്ണ. ഐ കൻ ഹിയർ സം അതർ സൗണ്ട്. ഹലോ. അപ്പം എല്ലാ ചൈതന്യ ഗോസാരയിലെ ലീല അമൃതേരദ്ധാർ സർവേന്ദ്രിയ തൃപ്തി ഹോ ശ്രവണെ. അപ്പൊ ചൈതന്യ ചരിതാമൃതം വന്നിട്ട് നമ്മൾ ശ്രവിക്കുമ്പോ എന്താവെന്ന് വെച്ചാല് സർവേന്ദ്രിയ തൃപ്തി ഹോയില്ലേ എന്ന് പറയും. എല്ലാ ഇന്ദ്രിയങ്ങളും ഓട്ടോമാറ്റിക്കലി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവും. സോ നമ്മൾ വന്നിട്ട് ഓരോരോ ഇന്ദ്രിയത്തിനും തനിയായിട്ട് തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഓൾ ദ സെൻസസ് വിൽ ബിക്കം സാറ്റിസ്ഫൈഡ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയെ വായിക്കുമ്പോൾ. സോ അപ്പൊ നമുക്കൊരു വലിയ ഭാഗ്യമാണ് ഇപ്പൊ മഹാപ്രഭുവിന്റെ ഈ പാസ്റ്റ് ടൈംസ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഭാഗത്തില് വൈകുണ്ഠ പ്ലാനറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വൈകുണ്ഠ പ്ലാനറ്റ്സിൽ വന്നിട്ട് ചിലതെല്ലാം വന്നിട്ട് വളരെ ഇൻകൺസീവബിൾ ആണ്. നമ്മള് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ അപ്പാലുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് വന്നിട്ട് ചിലപ്പോൾ പെർസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് വന്ന് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മള് പറയാൻ പറ്റും. ആരോ എഴുതിയ ആരുടെയോ കമന്ററി, ഏതോ ഒരു ന്യൂസ് എഡിറ്ററുടെ ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്, പത്രത്തിൽ വരുന്ന വാർത്തകളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ന്യൂസിൽ കേൾക്കുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇങ്ങനെ സംഭവിച്ചു, അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അതെല്ലാം വന്നിട്ട് വി ആർ സിംപ്ലി അക്സെപ്റ്റിംഗ് ഇറ്റ്. ബട്ട് ദാറ്റ് ഫെയ്ത്ത് നമുക്ക് വന്നിട്ട് ശാസ്ത്രത്തിലില്ല. അപ്പൊ വൈകുണ്ഠ പ്ലാനറ്റ്സിനെ കുറിച്ചും ഈ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് എല്ലാമേ ഇൻകൺസീവബിൾ ആയിരിക്കും. ഇറ്റ് ഇസ് ബിയോണ്ട് അവർ കൺസെപ്ഷൻ ആയിരിക്കും. ബട്ട് നമ്മൾ വി ഹാവ് ടു സിംപ്ലി അക്സെപ്റ്റ് ദ വേർഡ്സ് ഓഫ് ശാസ്ത്രാസ്, ശബ്ദ പ്രമാണം. അപ്പൊ നോളജ് വന്നിട്ട് 3 തരത്തിൽ നമുക്ക് കിട്ടാൻ സാധിക്കും. 3 മെത്തേഡ്സ്. ആരെങ്കിലും പറയാൻ പറ്റുമോ? 3 മെത്തേഡ്സ് ഓഫ് അക്വയറിംഗ് നോളജ്. ഹരേ കൃഷ്ണ. ജ്ഞാനം നമുക്ക് 3 വഴിയിൽ കിട്ടും. 3 പ്രമാണം. ഗുരു ശാസ്ത്ര, ഗുരു സാധു ശാസ്ത്ര, ദാറ്റ് ഇസ് പെർഫെക്റ്റ് മെത്തേഡ്. അത് കറക്റ്റ്. ജനറലി വന്നിട്ട് ഒരു കാര്യം വന്നിട്ട് നമുക്ക് 3 തരത്തിൽ നമുക്ക് അറിവ് നേടാൻ പറ്റും. നോളജ് വന്നിട്ട് പ്രത്യക്ഷ പ്രമാൺ, അനുമാന പ്രമാൺ, പ്രത്യക്ഷ പ്രമാൺ, ശബ്ദ പ്രമാൺ. ഇവിടെ ശബ്ദ പ്രമാൺ. ശബ്ദ വന്നിട്ട് വളരെ അതോറിറ്റേറ്റീവ് ആണ്. അപ്പം ഇതിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ക്ലാസ്സില് ഞങ്ങക്ക് പഠിപ്പിച്ച പ്രഭു പറഞ്ഞു, ഒരു ഹിൽ സ്റ്റേഷനില് 3 എന്താ പറയാ വലിയ വലിയ സ്കോളേഴ്സ് എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗെദർ നടത്തിയിരുന്നു. വലിയ ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ഒരു ഓർത്തോപീഡിക് സർജൻ ഉണ്ടായിരുന്നു, ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവർ ദൂരെ ഇരുന്ന് ഒരുത്തൻ വന്നിട്ട് കാലിങ്ങനെ ലിംപിങ്, ഇങ്ങനെ നൊണ്ടി, ഇങ്ങനെ എന്താ പറയാ ലിംപിങ് നൊണ്ടി ഇങ്ങനെ നടന്നു വരുന്നത് വന്ന് കണ്ടു. അപ്പൊ കണ്ടപ്പോ വന്ന് പറഞ്ഞു, ഓർത്തോപീഡിക് സർജൻ പറഞ്ഞു, ഈ ടെൻഡൻ ഇത് വർക്ക് ചെയ്തില്ല, ഈ ജോയിന്റില്, ഈ ബോൺ ജോയിന്റിലുള്ള ഈ ടെൻഡൻ ശരിക്കും ഫങ്ഷൻ ആവുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ നെഫ്രോളജിസ്റ്റ് പറഞ്ഞു, ഈ ഞരമ്പ് ഈ ശരിക്കും ബ്രെയിനിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നടക്കാൻ വയ്യാതെ കാലിങ്ങനെ നൊണ്ടി നടക്കുന്നത്. പിന്നെ സൈക്കാട്രിസ്റ്റ് അവന് വല്ല ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ അവൻ ലിംപിങ് എന്ന് പറയും. പിന്നെ ഇപ്പൊ ഇവർ 3 ഡിബേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ വൈ നോട്ട് വി ആസ്ക് ഹിം ഓൺലി. നമ്മൾ 3 പേരും അവൻ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, നമ്മൾ 3 പേരും ഡിസ്കസ് ചെയ്യുന്നു, വൈ ഡോണ്ട് വി ആസ്ക് ഹിം എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും അയാളുടെ അടുത്ത് പോയി ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യു സർ, വൈ ആർ യു ലിംപിങ് ലൈക്ക് ദിസ്.
അപ്പൊ അയാള് പറഞ്ഞു, സർ മൈ ചപ്പൽ ഗോട്ട് ബ്രോക്കൺ ആൻഡ് ഐ എം വാക്കിംഗ് വിത്ത് ഹവായ് ചപ്പൽ. അപ്പൊ ചെരുപ്പ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഹവായ് ചപ്പൽ വെച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമായിരുന്നു. അവിടെ ഒരു ഓർത്തോപീഡിക്കിന്റെ പ്രശ്നമില്ലായിരുന്നു, ഒരു നെഫ്രോളജി ന്യൂറോളജിയുടെ പ്രശ്നമില്ലാണ്ട്, ഒരു സൈക്കാട്രിക് പ്രോബ്ലമോ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടത് കൊണ്ടും അനുമാനിച്ചും we will not reach the right path. Only through shabda, only hearing from right source, correct ആയിട്ടുള്ള സോഴ്സ് എന്ന് കേട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് വന്നിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വൈകുണ്ഠ ലോകത്തിനെ കുറിച്ച് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം പറയുമ്പോൾ സംടൈംസ് they are all beyond our conception. നമ്മൾക്ക് കൊണ്ട് എന്താ പറയാ, നമുക്ക് ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അറിവുകളായിരിക്കും. ബട്ട് സിംപ്ലി വി ഹാവ് ടു സറണ്ടർ ടു വേദിക് ശാസ്ത്രാസ്. എങ്ങനെ വന്നിട്ട് അമ്മ വന്ന് അച്ഛനെ കാണിച്ചു തരുമ്പോൾ വി ഡോണ്ട് ഡൗട്ട് ദറ്റ്. അതുപോലെ ശാസ്ത്രങ്ങൾ പറയുന്നത് അങ്ങനെ വന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. സോ വേദിക് നോളജ് വന്നിട്ട് ശബ്ദ ത്രൂ നമ്മൾ കേൾക്കണം. ആൻഡ് റൈറ്റ് സോഴ്സ് പരമ്പരയിൽ കിട്ടുന്ന നോളജ് വന്നിട്ട് വളരെ authoritative ആണ് എന്ന് പറയും. സോ സൗണ്ട് വൈബ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് വേദിക് നോളജ്. അതുകൊണ്ട് സൗണ്ട് വൈബ്രേഷൻ, ശബ്ദ പ്രമാണം വന്നിട്ട് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ മാതാജി, can you please read the next paragraph? The Vedas. വായിക്കട്ടെ മാതാജി? ഹരകൃഷ്ണ വായിക്കട്ടെ മാതാജി? വായിക്കും മാതാജി, വായിക്കും പ്ലീസ്. ഈ വിശ്വ ആവിഷ്കാരത്തിന് അപ്പുറത്തുള്ള ആധ്യാത്മിക ആകാശത്തിൽ അതിവ്യാപകമായ ലോകങ്ങളുണ്ടെന്ന് വേദങ്ങൾ സൗണ്ട് പോയി മാതാജി. പക്ഷേ ആദ്യമേ വായിക്കണം മാതാജി? ഇല്ല പറയൂ, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോ. ഭൗതിക സൃഷ്ടി ഈ ഒരു ബ്രഹ്മാണ്ടം മാത്രം ഉൾപ്പെടുന്നതല്ല, അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ വേറെയുമുണ്ട്. പക്ഷേ എല്ലാ ഭൗതിക ലോകങ്ങളും കൂടിച്ചേർന്നാലും സമ്പൂർണ്ണ സൃഷ്ടിയുടെ 1/4 മാത്രമേ ആകുന്നുള്ളൂ. ശേഷിക്കുന്ന 3/4 ഭാഗവും ആത്മീയ ആകാശത്തിലാണ്. ആ ആകാശത്തിൽ എണ്ണമറ്റ ഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നു. ഇവ വൈകുണ്ഠങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഓരോ വൈകുണ്ഠ ലോകത്തിലും നാരായണൻ അവിടുത്തെ 4 വിസ്തരണങ്ങൾക്ക് സമേതനായി വാണരുളുന്നു. സംഘർഷണൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. ഈ സംഘർഷണൻ നിത്യാനന്ദ പ്രഭുവാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ 8ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണദാസ കവിരാജൻ പറയുന്നു. ഹരകൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, സോ വൈകുണ്ഠ ലോകത്തില് കൗണ്ട്ലെസ് എണ്ണിലടങ്ങാത്ത വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അപ്പൊ വന്നിട്ട് ഒരു ചാക്ക് നിറച്ചും കടുകുണ്ടെങ്കിൽ അതുപോലെ എത്രയോ അൺലിമിറ്റഡ് നമ്പർ ഓഫ് യൂണിവേഴ്സസ് മഹാവിഷ്ണുവിന്റെ റോമകൂപ്പത്തിൽ ഇരുന്നിട്ട് വരുന്നുണ്ട്. അതിൽ ഇപ്പൊ സ്പിരിച്വൽ വേൾഡ് മെറ്റീരിയൽ വേൾഡ് റേഷ്യോ വന്നിട്ട് അവർ പറയുന്നത് 3:1. 3 പാർട്സ് വന്നിട്ട് സ്പിരിച്വൽ വേൾഡ്, 1 പാർട്ട് വന്നിട്ട് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതറിയാം 4 എക്സ്പാൻഷൻസ് ഉണ്ട്: സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ. ഇതിൽ വന്നിട്ട് ഈ സംഘർഷനാണ് ലോർഡ് നിത്യാനന്ദ എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. സോ ഇറ്റ് ഇസ് വെരി ക്ലിയർ ഇവിടെ. മാതാജി അടുത്തത് കൂടെ കണ്ടിന്യൂ ചെയ്തോളൂ മാതാജി. ഹരേ കൃഷ്ണ. മുമ്പേ പ്രസ്താവിച്ചതുപോലെ ഭഗവാന്റെ മഹാവിഷ്ണു വിസ്തരണത്തിൽ നിന്നാണ് ഭൗതിക പ്രപഞ്ചങ്ങൾ പ്രത്യക്ഷമാകുന്നത്. ഒരു ഭർത്താവും ഭാര്യയും സന്താനോൽപാദനത്തിന് വേണ്ടി സംയോജനം നടത്തുന്നത് പോലെ മഹാവിഷ്ണു തന്നുടെ പത്നി മായയുമായി അഥവാ ഭൗതിക പ്രകൃതിയുമായി സംയോജിക്കുന്നു. ഇത് ഭഗവത്ഗീത 14:4 സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ കൃഷ്ണൻ പറയുന്നു, സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയാഹ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. ഇതുവരെ മതിയോ മാതാജി? കണ്ടിന്യൂ ചെയ്തോളൂ മാതാജി. ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവവർഗങ്ങൾക്കെല്ലാം ജന്മമെടുക്കാൻ അവസരം നൽകിയത് അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെ. വിഷ്ണു ഭൗതിക പ്രകൃതിയായ മായയെ തന്റെ കടാക്ഷത്താൽ മാത്രം ഗർഭവതിയാക്കുന്നു. ഇതാണ് ആധ്യാത്മിക രീതി. ഭൗതികമായ മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തിലൂടെ മാത്രമേ ഗർഭം ധരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ പരമപുരുഷനായ മഹാവിഷ്ണുവിന്റെ ഏത് ഭാഗം വഴിയും
ഗർഭം ധരിപ്പിക്കാൻ കഴിയും. കേവലം ഒരു കടാക്ഷം കൊണ്ട് മാത്രം ഭഗവാന് പ്രകൃതിയുടെ ഗർഭത്തിൽ എണ്ണമറ്റ ജീവസത്തകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഭഗവാന്റെ ആധ്യാത്മിക ശരീരം അത്രമേൽ ശക്തിയുള്ളതാകയാൽ അവിടുത്തെ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനും മറ്റെല്ലാ ഭാഗങ്ങളുടെയും ധർമ്മം നിർവഹിക്കാൻ സാധിക്കുമെന്ന് ബ്രഹ്മസംഹിതയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്ക് കൈകൾ കൊണ്ട് അല്ലെങ്കിൽ ത്വക്ക് കൊണ്ട് മാത്രമേ സ്പർശിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കൃഷ്ണന് നോട്ടം കൊണ്ട് പോലും സ്പർശിക്കാൻ സാധിക്കും. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവ കൊണ്ട് സ്പർശിക്കാനോ മണക്കാനോ കഴിയുകയില്ല. കൃഷ്ണന് തന്റെ കണ്ണുകൾ കൊണ്ട് ഗന്ധം നുകരാനും ഭക്ഷിക്കാനും കഴിയും. കൃഷ്ണന് ഭക്ഷണം സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഭക്ഷിക്കുന്നത് നാം കാണുന്നില്ല. എന്നാൽ കേവലം നോട്ടം കൊണ്ട് തന്നെ അവിടുന്ന് അവ ഭക്ഷിക്കുന്നു. ആധ്യാത്മിക ലോകത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കൃഷ്ണൻ ഭക്ഷിക്കുന്നില്ലെന്നും ഭക്ഷിക്കുന്നതായി നാം സങ്കല്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും കരുതരുത്. ഭഗവാൻ വാസ്തവത്തിൽ ഭക്ഷിക്കുന്നുണ്ട്. അത് നാം ഭക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. നാമും പൂർണ്ണമായും ആധ്യാത്മിക തലത്തിലാകുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയും അവിടത്തേതിന് സമാനമാകും. ആ വിധാനത്തിൽ ശരീരത്തിന്റെ ഏതു ഭാഗത്തിനും മറ്റെല്ലാ ശരീരഭാഗങ്ങളുടെയും ധർമ്മം നിർവഹിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. എനിക്ക് ജസ്റ്റ് ഒരു കാര്യം അറിയാൻ ആയിരുന്നു. ഈ സെഷൻസ് വന്നിട്ട് ഇത് റീഡിംഗ് ഗ്രൂപ്പ് ആണോ ഇല്ല ഇതിന്റെ ഒരു എസൻസ് സമ്മറി ആയിട്ട് ഡിസ്കഷൻ ആണോ? എനിക്കത് ഒന്ന് അറിയണമായിരുന്നു. ഇപ്പൊ പാരഗ്രാഫ് നമ്മൾ വായിച്ച് അതിനെ ഇത് ചെയ്യുന്നുണ്ടോ അല്ല ഒരു പോർഷന്റെ സമ്മറി ആയിട്ട് അങ്ങനെ പാർട്ട് ബൈ പാർട്ട്? ഇത് വായിച്ചിട്ട് അതിനകത്തുള്ള സമ്മറി ആയിട്ട് പറയുമായിരുന്നു മാതാജി. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കമ്പൽസറി എല്ലാ പാരഗ്രാഫ്സും വായിക്കുന്നുണ്ട് അല്ലേ? എല്ലാം വായിക്കുന്നുണ്ട്. ഓക്കെ, റീഡിംഗ് ഗ്രൂപ്പ്. ഓക്കെ. സോ അപ്പൊ ഇത് വന്നിട്ട് അപ്പൊ നമുക്ക് അറിയാം 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. 84 lakh സ്പീഷീസ് ഓഫ് ലൈഫ് ഉണ്ട്. ആൻഡ് ഭഗവാൻ പറയുന്നുണ്ട് അഹം ബീജ പ്രതപിതഃ, ഐ എം ദ സീഡ് ഗിവിംഗ് ഫാദർ എന്ന് പറയുന്നുണ്ട്. സോ ഒരു ഹാർഡ് ലേബർ ഇല്ല. ഭഗവാൻ വന്നിട്ട് നമ്മൾ ഓഫീസിൽ പോയി ഇരുന്നിട്ട് 8 മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന മാതിരി എല്ലാം ഭഗവാൻ വന്നിട്ട് ഈ സൃഷ്ടിയെ വന്നിട്ട് ഉണ്ടാക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊന്നുമില്ല. ജസ്റ്റ് ലൈക്ക് ഗ്ലാൻസിങ് ഓവർ ദ മെറ്റീരിയൽ നേച്ചറിൽ ഒന്ന് ദൃഷ്ടി ചെയ്യുമ്പോൾ തന്നെ മെറ്റീരിയൽ നേച്ചറിന് മനസ്സിലാകും ഭഗവാന്റെ ആഗ്രഹം എന്താണെന്ന്. അപ്പൊ അതിനനുസരിച്ച് മെറ്റീരിയൽ നേച്ചർ വന്നിട്ട് സൃഷ്ടികൾ വന്നിട്ട് ഉണ്ടാക്കും. പിന്നെ നമ്മള് ബ്രഹ്മസംഹിതയില് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഭഗവാന്റെ ഒരു അംഗം വന്നിട്ട് എല്ലാ അംഗങ്ങളുടെയും ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. അംഗാനിയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സുദുജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. സോ ഭഗവാന്റെ ഒരു അംഗം വന്നിട്ട് എല്ലാ അംഗത്തിന്റെയും പ്രവൃത്തി ചെയ്യാനുള്ള കപ്പാസിറ്റി ഭഗവാന്റെ അംഗങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ വന്നിട്ട് നമ്മൾ ഓഫർ ചെയ്യുമ്പോ ഭഗവാൻ വന്നിട്ട് ദൃഷ്ടിയിൽ അത് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് പ്രസാദമായിട്ട് തരുന്നുണ്ട്. പിന്നെ ഭഗവാൻ വന്നിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ യൂണിയന്റെ ആവശ്യം ഇല്ല എന്ന് പറയാം. ഭഗവാന്റെ ഇത് എന്താ പറയാ, he doesn't need goddess Lakshmi in order to give birth to Brahma. So ബ്രഹ്മ ഒന്ന് നോക്കിയാല് ഭഗവാന്റെ നാഭിയിലിരുന്ന് വന്നു. ഇപ്പൊ നമ്മള് ദാമോദർ ഇത് പറയുമ്പോ എനിക്ക് ദാമോദർ ലീലയുടെ ഒരു ഇത് ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഭഗവാന്റെ ഓരോരോ അംഗവും they compare to lotus, കമലനയന, താമര പാദം, താമര കൈകൾ, താമര പോലെ, നമ പങ്കജനാഭായ, നമ പങ്കജമാലിനേ, നമ പങ്കജ നേത്രായ, നമസ്തേ പങ്കജം. സോ എവ്രി ഓർഗൻ വന്നിട്ട് പങ്കജം അരവിന്ദ ലോചന ഇങ്ങനെ എല്ലാം പറയുമ്പോ വൈ ഓൺലി ടു ലോട്ടസ് എന്ന് പറഞ്ഞാൽ അങ്ങ് വന്നിട്ട് ഭഗവാന്റെ ബിക്കോസ് ലോട്ടസ് വാസ് നോട്ട്, അപ്പൊ ഭഗവാന്റെ ബ്രഹ്മാവിന്റെ ക്രിയേഷന്റെ കൂടെ ഭഗവാന്റെ ഒരു അംഗത്തിനെയും വന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയത് വന്നിട്ട് ബ്രഹ്മാവിന്റെ ക്രിയേഷൻ എല്ലാം ഇൻഫീരിയർ ആണ്. അപ്പൊ ലോട്ടസ് വന്നിട്ട് ബ്രഹ്മാവിന്റെ ക്രിയേഷന്റെ അപ്പാൽ ഉള്ളതാണ്. അപ്പൊ ബ്രഹ്മാവ് തന്നെ ലോട്ടസ് ഫ്ലവറുടെ മേലെ വന്നു. അപ്പൊ ലോട്ടസ് ഫ്ലവർ വന്നിട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ ഓൺ ക്രിയേഷനാ. അതുകൊണ്ട്
So you cannot compare the Lord's beauty with anything created by Lord Brahma. അതുകൊണ്ടാണ് എല്ലാ that is why lotus flower is very special. നമ്മള് എന്ന് ഓഫറിംഗിനാലും ലോട്ടസ് വന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ലോർഡ് ബ്രഹ്മ ടേക്സ് ബർത്ത് ഓൺ ദി ലോട്ടസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ പത്മനാഭൻ ഇന്ന് വിഷ്ണുവിന്റെ ഒരു പേരുമുണ്ട്. അത് കാണുമ്പോൾ ഐ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സോ ജസ്റ്റ് ബൈ ഹിസ് മിയർ തോട്ട്, ഒരു തോട്ട് മാത്രമേ മതി എണ്ണിലങ്ങാത്ത സൃഷ്ടികൾ വന്നിട്ട് ഭഗവാന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വന്നിട്ട് അതെങ്ങനെ എങ്ങനെ സൃഷ്ടികൾ വന്ന് ജസ്റ്റ് ബൈ തിങ്കിങ് ഭഗവാൻ ഇങ്ങനെ വിചാരിച്ചു ഇത് വേണം അത് വേണം, അതങ്ങനെ നടന്നു. ലോകങ്ങൾ സൃഷ്ടിയായി, ജീവജാലങ്ങൾ സൃഷ്ടിയായി, ലീലകൾ നടക്കുന്നു. ഭഗവാൻ വിചാരിച്ചു, കാര്യങ്ങൾ നടന്നു. സോ ഇത് വന്നിട്ട് അതെങ്ങനെ അത് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇതെല്ലാം വന്നിട്ട് എന്താ പറയാ, ഈ കഥകളെല്ലാം പറയാൻ നമ്മൾ ചിലപ്പോ വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ചില ഇതെല്ലാം വന്നിട്ട് അത് വന്ന് ഫിക്ഷൻ ആണ്, സ്റ്റോറിയാണ്, അങ്ങനെയല്ല. ഇറ്റ് ഈസ് റിയാലിറ്റി, ഇറ്റ് ഈസ് റിയാലിറ്റി. അപ്പൊ വന്നിട്ട് അതുകൊണ്ട് ശബ്ദ പ്രമാണം, ഗുരു സാധു ശാസ്ത്ര, നേരത്തെ ഒരു മാതാജി പറഞ്ഞു, ഗുരു വാട്ട് ഇൻ കേസ് യു ഗെറ്റ് എ ഡൗട്ട് ആസ്ക് യുവർ സാധു, ആസ്ക് യുവർ സ്പിരിച്വൽ മാസ്റ്റർ. അതേ തന്നെ ശാസ്ത്രത്തിൽ ഉണ്ടാവും. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താ പറയാ, ഇതെല്ലാം വന്നിട്ട് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. ചുമ്മാ വായിച്ച് പഠിച്ച് നമ്മൾ സ്കോളർ ആവാൻ പറ്റില്ല. എന്താ പറയാ, കുറെ എന്താ പറയാ ലഡു ഉണ്ടാക്കണം, ലഡു വന്നിട്ട് യെല്ലോ കളർ ആയിട്ടുണ്ട്, കഴിക്കാൻ സ്വീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഇട്ട് ഉരുട്ടി വെച്ചാൽ അത് ലഡു ആവില്ല. സോ ഇഫ് യു വാണ്ട് ടു മേക്ക് റിയലി ലഡൂസ്, അത് ഉണ്ടാക്കിയവരോട് അമ്മയോട് പോയി ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ ചെയ്യാം. അതുപോലെ നമുക്ക് മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് ഇത് ഈ പ്രോസസ് ഇന്ന് ഫെയിലിയർ ആണ്, ഇങ്ങനെ ശരിയല്ല എന്ന്, ബിക്കോസ് നമ്മുടെ കപ്പാസിറ്റിക്ക് മേലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ റിജക്ട് ചെയ്യാൻ പാടില്ല. അത് ഓൾറെഡി ഫോളോ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് സക്സസ്ഫുൾ ആയവരുടെ, നമ്മുടെ സാധു ആൻഡ് ഗുരു ആൻഡ് ശാസ്ത്രയുടെ റെഫറൻസിൽ നമ്മൾ ശാസ്ത്രങ്ങൾ വായിക്കണം. യെസ് മാതാജി, വിൽ ഗോ ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. വിഷ്ണുവിന് സൃഷ്ടി നടത്താൻ ഒന്നിന്റെയും ആവശ്യമില്ല. ബ്രഹ്മാവിന് ജന്മം നൽകാൻ അവിടുന്ന് ലക്ഷ്മി ദേവിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച താമരയിലാണ് ബ്രഹ്മാവ് ആവിർഭവിച്ചത്. ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദങ്ങൾക്കരികിലിരുന്ന് സേവിക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ സന്താനോൽപാദനത്തിന് ലൈംഗിക ബന്ധം ആവശ്യമാണ്. പക്ഷേ ആധ്യാത്മിക ലോകത്ത് ഒരു പുരുഷന് തന്റെ ഭാര്യയുടെ സഹായം കൂടാതെ തന്നെ ഇഷ്ടാനുസരണം എത്ര സന്താനങ്ങൾക്ക് വേണമെങ്കിലും ജന്മം നൽകാം. അതുകൊണ്ട് അവിടെ ലൈംഗിക ജീവിതമില്ല. നമുക്ക് ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുള്ള ബ്രഹ്മാവിന്റെ ജനനം ഒരു സാങ്കല്പിക കഥയാണെന്ന് നാം കരുതുന്നു. ആധ്യാത്മിക ശക്തി അത്രയധികം പ്രബലമാണെന്നും അതിന് എന്തും ഏതും ചെയ്യാൻ കഴിയുമെന്നും നമുക്കറിവില്ല. ഭൗതിക ശക്തി നിയമങ്ങൾക്ക് വിധേയമാണ്, എന്നാൽ ആധ്യാത്മിക ശക്തി സർവസ്വതന്ത്രമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ അതുകൊണ്ട് ഈ ശബ്ദം വന്നിട്ട് വെരി വെരി പവർഫുൾ. ബ്രഹ്മാസ്ത്ര എല്ലാം നോക്കിയാൽ ഇറ്റ് ഇസ് ഓൺലി ശബ്ദ. ഇപ്പൊ വന്നിട്ട് സദ്ദാം ഹുസൈൻ വന്നിട്ട് പോയി ഒരു ടണലിന്റെ അകത്ത് അണ്ടർഗ്രൗണ്ട് ഒളിച്ചിരുന്നു, മിസൈൽ അതും അറ്റാക്ക് ചെയ്യാതിരിക്കാം, ഗൾഫ് വാറില് അങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ഗ്രേറ്റ് ലീഡേഴ്സ് യുദ്ധകളത്തിലെല്ലാം പോയിരിക്കുമ്പോൾ ഒളിച്ചിരിക്കും. ഇപ്പൊ ബ്രഹ്മാസ്ത്രം എന്ത് ചെയ്യും? ഏത് സ്ഥലത്ത് എവിടെ ഒളിച്ചിരുന്നാലും സിംപ്ലി ബൈ മിയർ ചാന്റിങ് ഓഫ് എ പവർഫുൾ മന്ത്ര, ഒരു പവർഫുൾ മന്ത്രത്തിനെ വന്നിട്ട് നമ്മൾ ജപിച്ച് ആവാഹിക്കുമ്പോൾ അത് ആ ടാർഗറ്റ് എവിടെയായാലും, ലോകത്തിലെ എവിടെ ഉണ്ടായാലും ആ കറക്റ്റ് ടാർഗറ്റിൽ പോയി എത്തിയിരിക്കും. അത് ശബ്ദം, മന്ത്ര ആർ വെരി വെരി ഭയങ്കര പവർഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുന്തി ദേവിക്ക് 5 മക്കൾ കിട്ടിയതും വന്നിട്ട് ആ ദേവൻ ആവാഹിച്ച മന്ത്രം ജപിച്ചപ്പോ അവർ വന്നിട്ട് ദേ ആർ കമ്മിങ് ഇൻ ഫ്രണ്ട്, മുമ്പിൽ വന്നിട്ട് ദേ ആർ ബ്ലെസ്സിങ് വിത്ത് ദി ബേബി. ഇതെല്ലാം ചിലപ്പോ വന്ന് നമുക്ക് നമ്മുടെ ഈ ഭൗതിക സെൻസസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് നമ്മൾ അത്രയ്ക്ക് പ്യൂർ ആയിട്ടില്ല. ബട്ട് ദിസ് ഇസ് നോട്ട് ഫിക്ഷണൽ സ്റ്റോറി. അപ്പൊ ഇത് വന്നിട്ട് ഇതെല്ലാം വന്ന് വെറും ഫിക്ഷണൽ സ്റ്റോറി അല്ല. ബ്രഹ്മാവ് വന്നിട്ട് ഫിക്ഷണൽ സ്റ്റോറി ഇതെല്ലാം ഉണ്ട്. നമുക്ക് വന്നിട്ട് നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ ശക്തി വന്നിട്ട് കംപ്ലീറ്റ്ലി ദേ കൻ ഡു എനിത്തിങ്. സോ ശബ്ദ ഇസ് വെരി പവർഫുൾ, ദ ലോർഡ് ഇസ് വെരി പവർഫുൾ. അപ്പൊ എന്ത് വേണമെങ്കിലും ഭഗവാനെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഭഗവാന്റെ ഭക്തന്മാർക്ക് ചെയ്യാൻ പറ്റും.
ശബ്ദം വന്നിട്ട് ഭയങ്കര, പിന്നെ അതുപോലെ മന്ത്രാസ് ആർ ഓൾസോ വെരി പവർഫുൾ. യെസ് മാതാജി, വിൽ ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. മഹാവിഷ്ണുവിന്റെ തിരുവുടലിലെ സുഷിരങ്ങളിൽ എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ നിലകൊള്ളുകയും അവിടുന്ന് ഉച്ഛസിക്കുമ്പോൾ അവയെല്ലാം ഉളവാകുകയും ചെയ്യുന്നു. ഭൗതിക ലോകത്തിൽ നമുക്ക് അത്തരം ഒരു കാര്യത്തിന്റെ അനുഭവമില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പിന്റെ സൃഷ്ടിയിൽ നിന്ന് ഭഗവത് സൃഷ്ടിയുടെ ഒരു വികൃതമായ പ്രതിഫലനം പരിചയമുണ്ട്. നമുക്ക് മഹാവിഷ്ണുവിന്റെ ശ്വസനത്തിന്റെ ദൈർഘ്യം സങ്കല്പിക്കാനാവില്ല. കാരണം അവിടുത്തെ ഒരു ശ്വസനത്തിന്റെ സമയത്തിനുള്ളിൽ സർവ്വലോകങ്ങളും സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവ് അവിടുത്തെ ഒരു ശ്വസനത്തിന്റെ സമയത്തേക്കേ ജീവിക്കുന്നുള്ളൂ. നമ്മുടെ സമയപട്ടിക പ്രകാരം 432 കോടി വർഷങ്ങൾ ബ്രഹ്മാവിന്റെ 12 മണിക്കൂറേയാകുന്നുള്ളൂ. ബ്രഹ്മാവ് തന്റേതായ 100 വർഷങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ബ്രഹ്മാവിന്റെ ജീവിത ദൈർഘ്യം മഹാവിഷ്ണുവിന്റെ ഒരു ശ്വസനത്തിൽ ഉൾക്കൊള്ളുന്നു. അതിനാൽ നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ഭാവിക ആവിഷ്കാരമായ മഹാവിഷ്ണുവിന്റെ ശ്വസന ശക്തിയെ കുറിച്ച് സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് 9-ാം ശ്ലോകത്തിൽ ഇതാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അഗൈൻ അതന്നെ ഇൻകൺസീവബിൾ നേച്ചർ ഓഫ് ദ ലോർഡ്. ഭഗവാനെ വന്നിട്ട് നമ്മുടെ സെൻസസ് കൊണ്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ എന്നെ അൺലിമിറ്റഡ് യൂണിവേഴ്സസ്, ഭഗവാന്റെ രോമകൂപ്പത്തിലിരുന്ന് ജഗതന്റെ രോമകൂപ്പ, ബ്രഹ്മസംഹിതയിലെ നമ്മളെ ശ്ലോകം പറയുന്നുണ്ട്. രോമകൂപ്പങ്ങളിൽ ഇരുന്നിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് വരുന്നുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വന്നിട്ട് എങ്ങനെ നമുക്ക് വന്നിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഭൗതിക സെൻസസ് കൊണ്ട് നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് അതാണ് മഹാവിഷ്ണുവിന്റെ പവർ, അതാണ് എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നുണ്ട്. സോ the author explains in the 9th verse of Chaitanya Charitamrita. Okay. Again, ഭഗവാന്റെ ഇൻകൺസീവബിൾ നേച്ചറെ കുറിച്ച് തന്നെ ഈ പാരഗ്രാഫിലും പറയുന്നുണ്ട്. ഓക്കെ, ഓരോരോ വേഴ്സിൽ പറയുന്നത് നെക്സ്റ്റ് ഇൻ ദ 10th and the 11th verses. യെസ് മാതാജി, വായിക്കും മാതാജി. കൃഷ്ണ 10ഉം 11ഉം ശ്ലോകങ്ങളിൽ കൃഷ്ണദാസ കവിരാജൻ മഹാവിഷ്ണുവിന്റെ സമഗ്ര വിസ്തരണങ്ങളായ ഗർഭോദകശായി വിഷ്ണുവിനെയും ക്ഷീരോദകശായി വിഷ്ണുവിനെയും കുറിച്ച് വിസ്തരിക്കുന്നു. ബ്രഹ്മാവ് ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച താമരപ്പൂവിൽ ജാതനാകുന്നു. ആ താമരയുടെ തണ്ടിനുള്ളിൽ അനേകം ഗ്രഹവ്യൂഹങ്ങളുണ്ട്. പിന്നീട് ബ്രഹ്മാവ് മുഴുവൻ മനുഷ്യ സമൂഹത്തെയും മൃഗസമൂഹത്തെയും എല്ലാം സൃഷ്ടിക്കുന്നു. ക്ഷീരോദകശായി വിഷ്ണു ഈ പ്രപഞ്ചത്തിനുള്ളിലെ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നു. അവിടുന്ന് അതിന്റെ നിയന്താവും സംരക്ഷകനുമാണ്. അപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടാവും വിഷ്ണു സംരക്ഷകനുമാകുന്നു. സംഹാരത്തിന് സമയമാകുമ്പോൾ ശിവൻ എല്ലാം ഇല്ലാതാക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. So yeah, ബ്രഹ്മാവിന്റെ ലോട്ടസ് അല്ല, മഹാവിഷ്ണുവിന്റെ ലോട്ടസിൽ ഇരുന്നിട്ട് ബ്രഹ്മാവ് അപ്പിയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ആ സ്റ്റെമ്മില് ഒരുപാട് പ്ലാനറ്ററി സിസ്റ്റംസ്. ഇതെന്നെ തമാശയാണെന്ന് തോന്നുന്നില്ലേ? ലോട്ടസ് സ്റ്റെമ്മാണ്. ആ സ്റ്റെമ്മിന്റെ അകത്ത് ഒരുപാട് യൂണിവേഴ്സസ്. എന്ന കഥ ഇതെന്ന്, ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഈസ്. അങ്ങനെയാണ്. അപ്പൊ ബ്രഹ്മാവ് വന്നിട്ട് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ക്ഷീരോദകശായി വിഷ്ണു മിൽക്ക് പോർഷനിൽ കിടന്നിട്ട് ഈസ് എ കൺട്രോളർ ആൻഡ് മെയിൻറ്റെയിനർ. ബ്രഹ്മ ഈസ് എ യെസ്. സോ ബ്രഹ്മ ഈസ് ഇപ്പൊ ഈ മുമ്മൂർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. വിഷ്ണു വന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ശിവ വന്നിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ എല്ലാറ്റിനും ഇത് മെയിൻ്റനൻസ് വന്നിട്ട് വളരെ ഡിഫിക്കൽട്ട് ജോബാണ് ഇത്. ഇപ്പൊ എല്ലാരെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്ര ഈസി അല്ല. നമ്മളൊരു ചോട്ടാ വീടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊരു പാടുപെടുന്നുണ്ട്. അപ്പൊ ഭഗവാൻ വന്നിട്ട് ജസ്റ്റ് ബൈ ഹിസ് ഗ്ലാൻസ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹി ജസ്റ്റ് ഡസ് ബൈ ഹിസ് ഗ്ലാൻസ് ഓൺലി. അതുപോലെ അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് 10th and 11th വേഴ്സസിൽ വന്നിട്ട് ഗർഭോദകശായി വിഷ്ണു ആരാ, ക്ഷീരോദകശായി വിഷ്ണു ആരാണ്, മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷൻസിനെ കുറിച്ചെല്ലാം വന്നിട്ട് നമുക്ക് 10th and 11th വേഴ്സസിൽ വന്ന് കാണാൻ പറ്റും. പിന്നെ 11th വേഴ്സില് ഓരോരോ വേഴ്സും ഓരോരോ
പേഴ്സണാലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 11 വേഴ്സസ് ചൈതന്യ ചരിതാമൃതത്തെ ആദ്യത്തെ 11 വേഴ്സസ് വന്നിട്ട് മഹാപ്രഭുവിനെ കുറിച്ചും മഹാപ്രഭു വന്നിട്ട് ശ്രീകൃഷ്ണനാണെന്ന് കുറിച്ച്. യെസ്, അത് അടുത്ത പാരഗ്രാഫ്. മാതാജി, കൻ യു പ്ലീസ് റീഡ് മാതാജി? ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യ 11 ശ്ലോകങ്ങളെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇപ്രകാരം ചൈതന്യ മഹാപ്രഭുവിനെ ശ്രീകൃഷ്ണൻ തന്നെയായും നിത്യാനന്ദ പ്രഭുവിനെ കൃഷ്ണന്റെ പ്രഥമ വിസ്തരണമായ ബലരാമനായും ചർച്ച ചെയ്യുന്നു. തുടർന്ന് 12, 13 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ മറ്റൊരു മുഖ്യ സഹചാരിയും മഹാവിഷ്ണുവിന്റെ അവതാരവുമായ അദ്വൈതാചാര്യനെ കുറിച്ച് വിവരിക്കുന്നു. അപ്രകാരം അദ്വൈതാചാര്യനും ഭഗവാനാണ്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഭഗവാന്റെ വിസ്തരണമാണ്. അദ്വൈതം എന്ന വാക്കിന്റെ അർത്ഥം ദ്വയമല്ലാത്തത് എന്നാണ്. അദ്ദേഹം ഭഗവാനിൽ നിന്ന് ഭിന്നനല്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ നാമം അങ്ങനെയായി. കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചതിനാൽ അദ്ദേഹം ആചാര്യൻ എന്നും വിളിക്കപ്പെടുന്നു. ഈ വിധത്തിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ പോലെ തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണൻ തന്നെയാണെങ്കിലും കൃഷ്ണനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഭക്തനായി പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ അദ്വൈതാചാര്യനും ഭഗവാനാണെങ്കിലും കൃഷ്ണാവബോധ ജ്ഞാനം വിതരണം ചെയ്യാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്രകാരം അദ്ദേഹവും ഒരു ഭക്തനായി അവതരിച്ച ഭഗവാനാണ്. ഹരീഷ്ണ മാതാജി. യെസ്. ചൈതന്യ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ചൈതന്യ ചരിതാമൃതത്തില് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഭഗവാൻ നിത്യാനന്ദ വന്നിട്ട് ബലറാമന്റെ എക്സ്പാൻഷൻ ആണ്. അതുപോലെ അദ്വൈതാചാര്യ ആരാണ്? അത് വന്നിട്ട് 12th and 13th വേഴ്സസിൽ അദ്വൈത ആചാര്യനെ കുറിച്ച് 12th and 13th വേഴ്സസിൽ പറയുന്നുണ്ട്. പിന്നെ അദ്വൈതാചാര്യ ഭഗവാന്റെ ഒരു എക്സ്പാൻഷൻ തന്നെയാ. ദെൻ അത് കഴിഞ്ഞിട്ട് അദ്വൈതാചാര്യ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഓൺലി ടു ഡിസ്ട്രിബ്യൂട്ട് ദ നോളജ് ഓഫ് കൃഷ്ണ. ഭഗവാന്റെ ഈ കൃഷ്ണനെ കുറിച്ചുള്ള നോളജ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്വൈതാചാര്യ വന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓൾ ദി ഈ പഞ്ചതത്വയുടെ ഓരോരോ ഇപ്പൊ ഇതുവരെ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ ഇവർ 3 പേരെ കുറിച്ചും ഈ പാരാഗ്രാഫിൽ വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ in the pastimes of Lord Chaitanya, Krishna is manifested in 5 different features known as Panchatattva, to whom Srila Krishnadas Kaviraj Goswami offers his obeisances in the 14th verse of Chaitanya Charitamrita. Krishna and his associates appear as devotees of the Supreme Lord in the form of Sri Krishna Chaitanya, Sri Nityananda Prabhu, Sri Advaita Acharya, Sri Gadadhara Prabhu, and Srivas Prabhu. In all cases, Chaitanya Mahaprabhu is a source of energy for all his devotees. Since this is the case, if we take shelter of Chaitanya Mahaprabhu for successful execution of Krishna consciousness, we are sure to make progress. In a devotional song, Narottam Das Thakur sings, "My dear Lord, please have mercy on me. There is no one who is as merciful as you. My plea is most urgent because your mission is to deliver all fallen souls, and no one is more fallen than I am. Therefore, I beg priority." ഇത് വന്നിട്ട് ഇപ്പൊ പഞ്ചതത്വത്തിലുള്ള 5 പേരെയും വന്നിട്ട് ഈ നമുക്ക് ഈ 14th വേഴ്സിൽ വന്നിട്ട് കാണാൻ പറ്റും. 1 second. 14th verse of Chaitanya Charitamrita. Panchatattvatmakam Krishnam Bhaktarupa-swarupakam Bhaktavataram Bhaktakyam Namami Bhakta Shaktikam. അതാണ് 14th വേഴ്സ് ചൈതന്യ ചരിതാമൃതത്തിന്റെ 14ാമത്തെ വേഴ്സ് വന്നിട്ട് അതാണ്. അപ്പൊ ഇതില് വന്നിട്ട് ചൈതന്യ മഹാപ്രഭു എല്ലാവരെ കുറിച്ചും ഓൾ ദ 5 അസോസിയേറ്റ്സ് എല്ലാം 5 അസോസിയേറ്റ്സിനെയും ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ ഈ പഞ്ചതത്വം വന്ന് നമ്മൾ സറണ്ടർ ആവുമ്പോ നമ്മൾ വന്നിട്ട് ഭക്തിയില് വന്നിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഫേമസ് സോങ് ആണ്, നമ്മൾ എപ്പോഴും രാവിലെ പാടുന്നതാ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാ കരോ മോരെ, തോമാ ബിനാ
के दयालु जगत संसारे पतित पवन हेतु तव यावतार मसमपतिता प्रभु न पाइबे ആർക്ക് എന്ത് ഐശ്വര്യം കിട്ടിയിരുന്നാലും ഉടനെ അതിനെ വന്നിട്ട് എക്സിബിറ്റ് ചെയ്യണമ. എൻ്റെ അടുത്ത് ഇത്ര നോളജ് ഉണ്ട്, എൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ട്, ഞാൻ കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആണ്, ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് നമ്മൾ വന്നിട്ട് ഐ എം ഗ്രേറ്റ്, ഞാൻ ഇത്ര കപ്പാസിറ്റി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ നമ്മൾ വന്നിട്ട് ഭൗതിക ലോകത്തിലെ ഓരോരാളും വന്നിട്ട് അതിനെ എക്സിബിറ്റ് ചെയ്തിട്ട് ഞാൻ എത്ര ശ്രേഷ്ഠനാണെന്ന് പറയാൻ നമ്മൾ വളരെ ഈഗർ ആയിട്ടുള്ളപ്പോ ഇവിടെ മഹാപ്രഭുവിന്റെ അടുത്ത് പോകണമെങ്കിൽ എന്താ വേണ്ടത്? പ്ലീസ് എനിക്ക് മെർസി വേണമെന്ന്. അപ്പൊ മെർസി വന്നിട്ട് മഹാപ്രഭു പറയുന്നു, ഇഫ് യു ആർ ഓൾറെഡി ക്വാളിഫൈഡ്, യു ആർ ഓൾറെഡി ക്വാളിഫൈഡ്, ബട്ട് ഐ എം ദ മോസ്റ്റ് ഫാളൻ. ഞാൻ എന്നെ പോലെ ഒരു പത്തീത്തിന് ഈ ലോകത്തിൽ ആരുമില്ല, എന്നെ പോലെ ഭക്തി ശൂന്യൻ, ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ആള്, ഭക്തി എന്ന് വാക്കിനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പാപിയാണ് ഞാൻ, എന്നെ പോലെ ഒരു പാപി ഈ ലോകത്തിൽ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനാണ് ഏറ്റവും പതീതൻ എന്ന് ശരിക്കുള്ള ആ ഒരു ഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ മഹാപ്രഭുവിന്റെ മേഴ്സി തീർച്ചയായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ദിവസം നമ്മൾ ആരതി ചെയ്യുമ്പോൾ ഈ ശൃംഗാര ആരതിയിൽ വന്നിട്ട് നമുക്ക് നമ്മൾ ഈ സോങ് പാടുന്നത്. സോ അത് വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാവത്തില് പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താക്യം നമാമി ഭക്തശക്തിതം, ഈ 5 പേർക്ക് വന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അടുത്ത് വേഴ്സ് നമ്പർ 15, വേഴ്സ് നമ്പർ 15 വന്നിട്ട് വേഴ്സ് നമ്പർ 15 വന്നിട്ട് ജയതാം സുരതൗ പങ്കോർ മമ മന്ദ മതേർഗതി മത്സർവസ്യ പദാംബോജോ രാധാ മദന മോഹനോ. സോ ഇവിടെ വന്നിട്ട് വേഴ്സ് നമ്പർ 15 15ാമത്തെ വേഴ്സിൽ വന്നിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വന്നിട്ട് ഇപ്പൊ ഇതിന്റെ മുമ്പ് വന്നിട്ട് എല്ലാം എന്താ പറയാ, എല്ലാ ചൈതന്യ മഹാപ്രഭുവിന്, നിത്യാനന്ദ പ്രഭുവിന്, പിന്നെ എല്ലാവർക്കും ഒബേസൻസസ് പറയുമായിരുന്നു. കൃഷ്ണതത്വ, രാധാതത്വ എല്ലാവർക്കും ഇങ്ങനെ ഒബേസൻസസ് പറയുമായിരുന്നു. പഞ്ചതത്വ ഒബേസൻസ് പറയായിരുന്നു. ഇപ്പൊ നമസ്കരിച്ചു, പഞ്ചതത്വയെ നമസ്കരിച്ച പിന്നെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ അടുത്ത ശ്ലോകത്തില് 15ാമത്തെ ശ്ലോകത്തില് ഇൻ വേഴ്സ് നമ്പർ 15th വേഴ്സിൽ വന്നിട്ട് ഡയറക്ട്ലി കൃഷ്ണനെ വന്നിട്ട് പ്രണമിക്കുന്നു. അപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് ആക്ച്വലി ഈ പാരഗ്രാഫില് പറയുന്നുണ്ട്, അവർ വന്നിട്ട് ബംഗാൾ ബൂർദ്വാൻ അവിടെ നിന്നായിരുന്നു. അപ്പൊ അവരുടെ ഫാമിലിയിൽ വന്നിട്ട് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ രാധാകൃഷ്ണനെ വന്ന് വർഷിപ്പ് ചെയ്യുമായിരുന്നു. രാധാകൃഷ്ണനെ വന്നിട്ട് വർഷിപ്പ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ആ ഫാമിലിയിലെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വന്നപ്പോ, ഭക്തിനെ കുറിച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നപ്പോ കൃഷ്ണദാസ് കവിരാജ് മഹാരാജ് വന്നിട്ട് വളരെ ഇതായിട്ട് നിത്യാനന്ദ പ്രഭുവിനെ പ്രാർത്ഥിച്ചപ്പോ നിത്യാനന്ദ പ്രഭു വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, യു ക്യാൻ ലീവ് ടു വൃന്ദാവനത്തിലെ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോ നിത്യാനന്ദ പ്രഭു വന്നിട്ട് പറഞ്ഞപ്പോ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി മഹാരാജ് വന്നിട്ട് അപ്പോഴേ ഒരുപാട് പ്രായമുണ്ട്, എന്നാലും നിത്യാനന്ദ പ്രഭു വന്ന് പറഞ്ഞ അതേ രാത്രി അവിടെ വൃന്ദാവനത്തിലേക്ക് പ്രസ്ഥാനായി. അപ്പൊ അവിടെ പോയിട്ട് വൃന്ദാവനത്തിൽ പോയി ഇരുന്നപ്പോ മഹാപ്രഭുവിന്റെ പ്രിൻസിപ്പൽ ഡിസൈപ്പിൾസ് ആയ ഗോസ്വാമിമാരെ ചില ഗോസ്വാമിമാരെ വന്നിട്ട് കാണാൻ പറ്റി. പിന്നെ അപ്പൊ അവിടെ ഉള്ളവരെല്ലാരും പറഞ്ഞു ചൈതന്യ ചരിതാമൃതം എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ എഴുതണം എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പ്രായമായി. അപ്പൊ ഞാൻ ഈ പ്രായത്തിൽ തുടങ്ങി വെച്ചാൽ എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റുമോ? ചൈതന്യ ചരിതാമൃതം എല്ലാം എഴുതിയ ഫിനിഷ് ആക്കാൻ പറ്റുമോ? അപ്പോ അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, രാധാ മദൻ മോഹന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ചൈതന്യ ചരിതാമൃതം നമുക്ക് കൃഷ്ണദാസ് കവിരാജ് മഹാരാജിന്റെ മേഴ്സിയിൽ നമുക്ക് വന്ന് കിട്ടി. സോ അടുത്ത പാരഗ്രാഫില് നോക്കിയാല് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വന്നിട്ട് വൃന്ദാവനുള്ളപ്പോ അധികം ടെമ്പിൾസ് ഒന്നും ഉണ്ടായില്ലേ. ഇപ്പൊ നമ്മൾ വൃന്ദാവനിൽ പോയ ലാൻഡ് ഓഫ് 5000 ടെമ്പിൾസ് എന്ന് പറഞ്ഞ ഒരുപാട് ടെമ്പിൾസ് എല്ലാം എവറി സ്ട്രീറ്റ് എവറി കോർണർ നമുക്ക് ടെമ്പിൾസ് കാണാൻ പറ്റും. ഇപ്പൊ അവിടെ പോയപ്പോ അന്നത്തെ ദിവസം വന്നിട്ട്
മൂന്ന് പ്രിൻസിപ്പൽ ടെമ്പിൾസേ ഉണ്ടായിരുന്നുള്ളൂ. മദനമോഹന ടെമ്പിൾ, ഗോവിന്ദജി ടെമ്പിൾ ആൻഡ് ഗോപിനാഥജി ടെമ്പിൾ. അപ്പൊ വൃന്ദാവൻ പോയപ്പോ കൃഷ്ണദാസ ഗൗരാജ ഗോസ്വാമി എല്ലാ വ്രജവാസികളെയും പോലെ ഈ 3 ഡേറ്റീസിനെ പോയി പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം യാചിച്ചു ചോദിച്ചു, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയി ഓരോരോ ഡേറ്റിയും പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ 15ാമത്തെ വേഴ്സ് വന്നിട്ട് രാധാ മദൻ മോഹന്റെ പ്രാർത്ഥനയാണത്. ജയതാം സുര തൗപങ്കോ മമ മന്ദ മതേർഗതി മത്സർവസ്യ പദാംബോജൗ രാധാ മദന മോഹനൗ. അപ്പൊ മദനമോഹന വിഗ്രഹത്തിന് മുമ്പ് പോയി ഈ പ്രാർത്ഥന ചൊല്ലി, പ്ലീസ് കൃഷ്ണഭക്തിയിൽ മുന്നിലോട്ട് വരാണ്, ദയവായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വന്നിട്ട് മുന്നിലോട്ട് വരണമെങ്കിൽ ആദ്യം വന്നിട്ട് കൃഷ്ണൻ ആരാണ്, നമുക്കും ഭഗവാനുള്ള സംബന്ധം എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ കൃഷ്ണനെ അറിയണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അറിയണം. സോ ഫസ്റ്റ് സെൽഫ് റിയലൈസേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഗോഡ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ, പിന്നെ അത് കഴിഞ്ഞ പിന്നെ നമുക്കും ജീവാത്മാവിനും പരമാത്മാവിനും ഉള്ള കണക്ഷൻ എന്താണ്, ഇതെല്ലാം വന്നിട്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? രാധാ മദനമോഹന വിഗ്രഹത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പൊ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വന്നിട്ട് ആദ്യം ഭഗവാന്റെ അടുത്ത് പോയി ഈ റിലേഷൻഷിപ്പ് വന്നിട്ട് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവർ പറയുന്നത്, ഗ്ലോറി ടു ഓൾ മെർസിഫുൾ രാധ ആൻഡ് മദന മോഹന, ഐ എം ലേം ആൻഡ് ഇൽ അഡ്വൈസ്ഡ്, യെറ്റ് there are many they are my directors and their lotus feet are everything to me. ഇവരാണ് രാധ മദന മോഹനാണ് എന്റെ ഡയറക്ടേഴ്സ്, അവരുടെ ലോട്ടസ് ഫീറ്റ് ആണ് എനിക്ക് എല്ലാം എന്ന് പറഞ്ഞ് രാധ മദൻ മോഹന്റെ അടുത്ത് പോയി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ രാധ മദൻ മോഹന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് വന്ന് നെക്സ്റ്റ് വന്നിട്ട് ഗോവിന്ദദേവ്, രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ, പിന്നെ രാധാ ഗോപിനാഥ്. അപ്പൊ ഇതില് 16ാമത്തെ വേഴ്സിൽ വന്നിട്ട് ഗോവിന്ദ ഡേറ്റിയെ പോയി പ്രാർത്ഥിക്കുന്നു. ദിവ്യവൃന്ദാരണ്യ കൽപദ്രുമദ ശ്രീമത് രത്നാംഗര സിംഹാസനസ്ഥോ ശ്രീമത് രാധാ ശ്രീല ഗോവിന്ദ ദേവോ പ്രേഷ്ടാലിഭി സേവ്യമാനൗ സ്മരാമി. അപ്പൊ സോ 16th വേഴ്സില് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വന്നിട്ട് കവിരാജ് വന്നിട്ട് ഓഫർ ചെയ്യുന്നു, പ്രണമിക്കുന്നു ഗോവിന്ദ ഡേറ്റിയസ്. അപ്പൊ ഗോവിന്ദ ഡേറ്റി വന്നിട്ട് എങ്ങനെ രാധാ കൃഷ്ണനെ സേവ ചെയ്യണം, ഹൗ ടു പ്രാക്ടിക്കലി എക്സിക്യൂട്ട് സർവീസ് എന്നുള്ളത് വന്നിട്ട് നമുക്ക് രാധാ ഗോവിന്ദ ദേവിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മദൻ മോഹന ദേവി വർഷിപ്പ് ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആവുന്നു. ഗോവിന്ദ ദേവ് വന്നിട്ട് എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ട്, ഓക്കെ, ഫസ്റ്റ് യു നോ ഹു യു ആർ, എസ്റ്റാബ്ലിഷ് യുവർ റിലേഷൻഷിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരാണെന്ന് മനസ്സിലായി, പിന്നെ ജീവേര സ്വരൂപ പോയി കൃഷ്ണേര നിത്യദാസ്, നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ ഹി അക്സെപ്റ്റ്സ് ഓൾ ദ സർവീസ്. Govinda Deva, Radha Govinda Deva. So with Govinda, however, there is actual acceptance of service. Govinda resides eternally in Vrindavana. In the spiritual world of Vrindavana, the buildings are made up of touchstone. The cows are known as Surabhi cows, givers of abundant milk, and the trees are known as wish-fulfilling trees, and for they yield whatever one desires. In Vrindavana, Krishna herds the Surabhi cows, and he is worshipped by hundreds and thousands of gopis, cowherd girls, who are all goddesses of fortune. അപ്പൊ ഇവിടെ അവർ പറയുന്നുണ്ട്, കൃഷ്ണ ഗോവിന്ദനായിട്ട് എല്ലാ സർവീസും നമ്മുടെ അടുത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗോവിന്ദ വന്നിട്ട് ഇറ്റേണലി വന്നിട്ട് വൃന്ദാവനത്തിൽ താമസിക്കുന്നത്. അപ്പൊ വൃന്ദാവനം എങ്ങനെയാണ്? വൃന്ദാവനത്തില് സന്ദർഭകോട്ടി കമനീയ വിശേഷ ശോഭം, അത് അല്ല, ലാസ്റ്റ് വേഴ്സ്, ബ്രഹ്മസംഹിത ലാസ്റ്റ് വേഴ്സ്, ശ്രിയ കാന്ത കാന്ത പരമ പുരുഷ കൽപതരവോ ദ്രുമാഭൂമിശ്ചിന്താമണി ഗണമയി തോയം അമൃതം. അവിടെ ഫുള്ളി കൽപ്പത്തരു ട്രീസ് ആണ്. വൃന്ദാവനിലെ എല്ലാവിടെയും എന്താണ്? ഫുള്ള് ലക്ഷ്മിയ കാന്ത കാന്ത, തൗസൻഡ്സ് ഓഫ് ലക്ഷ്മീസ് ഉണ്ട്. എണ്ണിലടങ്ങാത്ത ആയിരക്കണക്കിന് ലക്ഷ്മിമാരെ സേവ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എണ്ണിലടങ്ങാത്ത സുരഭി പശുക്കളുണ്ട്.
അങ്ങനെ ബ്രഹ്മസംഹിത വന്നിട്ട് വൈകുണ്ഠ ലോകത്തില് ഉള്ള വൃന്ദാവനവും ഗോലോക വൃന്ദാവനത്തിൽ എങ്ങനെയാണ് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉള്ള ട്രീസ് എല്ലാം വന്നിട്ട് കൽപ്പത്തരോ കൽപ്പത്തരു കൽപ്പ என்ன ഡിസയേഴ്സ് ഉണ്ടെങ്കിലും என்ன ഡിസയർ ഉണ്ടെങ്കിലും എനി ഡിസയർ അവിടെ വന്ന് സാറ്റിസ്ഫൈ ആവും എന്ന് പറയാം. അവിടെ ഇങ്ങനെയെല്ലാം ഉള്ളപ്പോ അപ്പൊ ഭൗതിക ലോകത്തില് വന്നിട്ട് കൃഷ്ണൻ ഇവിടെ ഇറങ്ങി വരുമ്പോ സ്പിരിച്വൽ ഗോലോകത്തെ വൃന്ദാവനം വിട്ടിട്ട് നമ്മുടെ ഈ ഭൗലോക വൃന്ദാവനത്തില് വരുമ്പോ അപ്പൊ വന്നിട്ട് നമുക്ക് എന്താ പറയാ, ബിക്കോസ് കൃഷ്ണ കംസ് ഹിസ് ലാൻഡ് ഓൾസോ കംസ്. അപ്പൊ ഭഗവാൻ വന്നിട്ട് ഭൂലോകത്തിൽ ഇറങ്ങി വരുമ്പോ അപ്പൊ രാധാറാണിയോട് പറയും, രാധേ നമുക്കിപ്പോ പോകാനുള്ള സമയമായി. അപ്പൊ രാധാറാണി ചോദിക്കും, കൃഷ്ണ അവിടെ വൃന്ദാവൻ ഉണ്ടോ? ഓ ഓൾറെഡി വൃന്ദാവൻ, ഗോവർദ്ധൻ ഉണ്ടോ? യെസ്. യമുന നദി ഉണ്ടോ? യെസ്. എല്ലാം ഉണ്ട്. എവറിത്തിങ് ഇസ് റെഡി ഫോർ എ പാസ് ടൈം. എല്ലാരും അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് കൃഷ്ണൻ പറയും. അപ്പൊ കൃഷ്ണൻ ഇറങ്ങി വരുവാണെങ്കിൽ ആക്ച്വലി ദ ഒറിജിനൽ ഗോലോക വൃന്ദാവന്റെ ഒരു റെപ്ലിക്ക, ഒരു ഫോട്ടോ കോപ്പി, ഒരു റെപ്ലിക്ക ഒരു വന്നിട്ട് ഭൂലോകത്തിലും ആ വൃന്ദാവനത്തിന്റെ ഒരു ഫോം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഫോർച്ചുനേറ്റ് ആണ്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഭാരതവർഷത്തില് വൃന്ദാവനുണ്ട്. അപ്പൊ അതേപോലെ വൃന്ദാവനത്തിലുള്ള ഓരോ ട്രീയും വന്ന് കൽപ്പത്തരു നമുക്ക് ആ ദൃഷ്ടിയിലെ കാണണം. വൃന്ദാവനത്തിൽ ആക്ച്വലി വന്നിട്ട് ധാമലെല്ലാം വന്ന് നിൽക്കണമെങ്കിൽ ദേ ആർ ഓൾ നോട്ട് ഓർഡിനറി പീപ്പിൾ. വൃന്ദാവനുള്ള എല്ലാവരും വന്നിട്ട് ഓരോ എത്രയോ ജന്മങ്ങൾ, എത്രയോ കോടി ജന്മങ്ങൾ തപസ് ചെയ്തിട്ട് വൃന്ദാവനിലെ ഒരു ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ഒരു ക്രിയേച്ചർ ആയിട്ട്, ഒരു സാധാരണ ഒരു ആനിമൽ ആയിട്ട് വല്ലതും വന്ന് ജനിക്കണം എന്ന് പറഞ്ഞ് അവർ വന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കും. ബട്ട് സാധാരണ ഭൗതിക കണ്ണുകൾ കൊണ്ട് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ വൃന്ദാവനത്തിലുള്ള എല്ലാ ജീവനെയും വന്നിട്ട് നമുക്കങ്ങനെ എന്താ പറയാ, സ്പിരിച്വൽ ആണ്, അവർ ഹൈലി എലിവേറ്റഡ് സോൾ ആണ് വൃന്ദാവനില് ഉള്ള അവര് എന്ന് നമുക്ക് അങ്ങ് പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വൃന്ദാവനത്തിൽ പോയപ്പോ ഇവരെല്ലാം വന്ന് 4 കൈയിലുള്ള നാരായണ രൂപത്തിലുള്ളവരാണ്, ഇവരെല്ലാം ഗ്രേറ്റ് ഡിവോട്ടീസ് ആണ്, അങ്ങനെ. അപ്പൊ അറിയാതെ ഒരു ഫെമിലിയാരിറ്റി അത് എപ്പോ വന്നു പോകും. ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നടക്കണ, ഇതെന്താണ് ബെഗേഴ്സ് എല്ലാം ഇങ്ങനെ സ്ട്രീറ്റില്, ഇതെന്താണ് ഇങ്ങനെ പന്നികൾ ഇവിടെ വൃന്ദാവനത്തില്, അങ്ങനെ വിചാരിച്ചു പോയാല് അത് വന്നിട്ട് അപരാധമായി പോകും. അങ്ങനെ. അപ്പം ഒരു ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ഈ വൃന്ദാവനിലെ കുറിച്ച്. shall I share this here in this forum? ഇതില് ഹരേ കൃഷ്ണ മാജി ദയവായി പ്ലീസ്. ഹരേ കൃഷ്ണ. അപ്പൊ 2005 അപ്പൊ ഫസ്റ്റ് വെക്കേഷൻ നമ്മൾ ദുബൈയിൽ നിന്ന് വെക്കേഷനിൽ ഇവിടെ വൃന്ദാവനില് ഡൽഹിയില് വന്ന് ഇറങ്ങിയപ്പോ, വൃന്ദാവനിലേക്ക് വേണ്ടി ഡൽഹിയില് വന്ന് ഇറങ്ങിയപ്പം ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഗുരു മഹാരാജിന്റെ ഒരു സെക്രട്ടറി വന്ന് പറഞ്ഞു, പ്രഭുജി, I got a property from Vrindavan which does not belong to me. So can you please go and keep them there? അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, വി വിൽ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞു പ്രഭു പറഞ്ഞു. സോ നമ്മൾ വിചാരിച്ചു എന്തോ വൃന്ദാവനിൽ നിന്ന് എന്തോ സാധനം കൊണ്ടുവന്നു, അതിന് വീണ്ടും വൃന്ദാവൻ. അപ്പൊ അങ്ങനെ വിചാരിച്ചു എന്തോ വൃന്ദാവനത്തെ തിരിച്ച് ആ പ്രോപ്പർട്ടി ഓഫ് വൃന്ദാവനെ കൊണ്ടുവന്നു, ആ പ്രോപ്പർട്ടിയെ തിരിച്ചു കൊണ്ട് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അവിടെ പോയപ്പോ ആ പ്രഭു നമുക്ക് കൊണ്ടുവന്ന് എന്ന പ്രോപ്പർട്ടി ആയിരുന്നു അറിയോ? ഒരു സോക്സിന്റെ അകത്ത് ഒരു എലിക്കുഞ്ഞ്. ഈ പ്രഭു വൃന്ദാവനിലിരുന്ന് ഡൽഹി വന്നപ്പോ എങ്ങനെയോ പ്രഭുവിന്റെ ബാഗിന്റെ അകത്ത് ഒരു എലിക്കുഞ്ഞ് കയറി ഡൽഹി വന്ന് എത്തിയപ്പോഴാ പ്രഭു കാണുന്ന ബാഗിന്റെ അകത്ത് ഒരു എലിക്കുട്ടിയുണ്ട്. ഈ എലിക്കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാനത്? വൃന്ദാവന്റെ കൃഷ്ണന്റെ നാട്ടിലുള്ള അതിനെ വെളിയിൽ കൊണ്ടുവരാൻ, ബ്രജവാസിയെ വെളിയിൽ കൊണ്ടുവന്നാൽ അത് വലിയ അപരാധമാണ്, അതങ്ങനെ ചെയ്യാനുള്ള അധികാരം നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രഭു ഞങ്ങളുടെ കയ്യില് ഒരു സോക്സിന്റെ അകത്തിട്ട്, യു പ്ലീസ് ഡ്രോപ്പ് ഹിം ബാക്ക് ഇൻ വൃന്ദാവൻ. അപ്പൊ ഞങ്ങള് അതിനെ കയ്യിൽ മേടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ബസ് ട്രാവൽ ആയിരുന്നു ഡൽഹിയിലിരുന്ന് വൃന്ദാവനിലേക്ക് ബസ് ട്രാവൽ ചെയ്യുമ്പോൾ മെയ് മന്ത് ആണ് വെക്കേഷൻ, നല്ല ചൂടുവാ. അപ്പൊ ഇത് പാവം ചൂടില് ഇങ്ങനെ ബസ്സിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് സോക്സിന്റെ അകത്ത് ഇങ്ങനെ ബാഗിന്റെ അതിന് എങ്ങനെയെല്ലാം സേഫ് ഗാർഡ് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിരുന്നു. കുറച്ച് അവേഴ്സ് കഴിഞ്ഞിട്ട് വൃന്ദാവനിൽ എത്തിയപ്പോ ആ സോക്സ് മേലെ ഒരു കെട്ട് കിട്ടിയിരുന്നു. സോക്സിന് കുറെ ഹോൾസ് എല്ലാം ഉണ്ടല്ലോ, ബ്രീതിങ് എല്ലാം ചെയ്യാൻ പറ്റും.
ബട്ട് വൃന്ദാവൻ എത്തി ഋഷഭ് ബൽറാം മന്ദിറിന്റെ മുമ്പ് വന്നിട്ട് ആ നോട്ട് സോക്സിന് തുറന്നു നോക്കിയപ്പോ ആ എലിക്കുട്ടി വന്ന് മരിച്ചു. ഭയങ്കര സങ്കടമായി. കൃഷ്ണ, ഇത് വ്രജവാസിയെ കൊണ്ടുപോയി വൃന്ദാവനത്തെ തിരിച്ചു കൊണ്ട് എത്തിക്കുന്നു പറഞ്ഞപ്പോ നമ്മൾ ചെയ്തത് സേവയാണോ അപരാധമാണോ എന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു ഡിവോട്ടി പറഞ്ഞത് നമ്മൾ ചെയ്തു. ഋഷഭ് ബൽറാമിന്റെ മന്ദിറിന് മുമ്പ് അപ്പൊ ഒരുപാട് ഈ ടാർ ഇട്ട ഇങ്ങനെ ടാർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മൺ സൈസ് മുമ്പില് മണ്ണ്, അപ്പൊ അങ്ങനെ കുഴി തോണ്ടി അതിൻ്റെ അകത്ത് പൊതിച്ചിട്ട് സോറി പറഞ്ഞ് വ്രജവാസി നമസ്കരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അപ്പൊ അല്ല, അത് പറഞ്ഞപ്പോ എത്ര റിയലൈസ്ഡ് ആയിരുന്നു വൃന്ദാവനുള്ള ഓരോരോ ജീവനും. ഇറ്റ്സ് ആഫ്റ്റർ ഓൾ എ റാറ്റ്, ഒരു ചെറിയ എലിക്കുഞ്ഞെന്ന് അങ്ങനെ വിചാരിക്കാതെ അതിന് വന്നിട്ട് വൃന്ദാവനത്തിൽ ജനിക്കണമെങ്കിലും ഓരോരോ ജീവനും എത്രയോ 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 തപസ്യ ചെയ്തിട്ട് വന്നതാണ് എന്നുള്ള റിയലൈസേഷൻ വന്ന് ഡിവോട്ടീസിന് ഉണ്ട്. അപ്പൊ ഒരു പട്ടിയെ കണ്ടാലും ഒരു പൂച്ചയെ കണ്ടാലും ഏതൊരു മനുഷ്യനെ കണ്ടാലും ഒരു ഭിക്ഷക്കാരനെ കണ്ടാലും ആരെ കണ്ടാലും വന്നിട്ട് അവരെല്ലാരും 4 കൈയിലെ ഈ നാരായണ രൂപത്തിലുള്ള ആൾക്കാരായിട്ടാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, വൃന്ദാവൻ is considered to exist beyond the material world. Therefore, devotee takes shelter of Vrindavan in India, for it is considered to be a replica of the original Vrindavan. Although one may complain that no kalpavrikshas, wish-fulfilling trees exist there, when the Goswamis were there, kalpavrikshas were present. It is not that one can simply go to such a tree and make demands. One must first become a devotee. വൃന്ദാവനത്തിൽ വന്ന് എല്ലാം കൽപ്പവൃക്ഷമല്ലെന്ന് പോയി ഓരോ ട്രീയുടെ താഴെ നിന്നിട്ടും എനിക്ക് 1 കോടി വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്നെല്ലാം പോയി ചോദിക്കാൻ നിൽക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ഡിവോട്ടി ആവണം. അതാ ഇവിടെ വളരെ നല്ലതായി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ബിക്കം എ devotee. The Goswamis who lived under the tree for one night, only, and the trees will satisfy all their desires. അപ്പൊ ഇതെല്ലാം വന്നിട്ട് ഒരു സാധാരണ മനുഷ്യനെ വന്നിട്ട് ഇത് വന്നിട്ട് Mataji, can you please read the last sentence of the paragraph for a common man? ഇതെല്ലാം വന്നിട്ട് in the 16th verse രാധാ ഗോവിന്ദ ഡിറ്റിക്ക് വന്നിട്ട് പ്രണാമം അർപ്പിക്കുന്നു എന്ന് പറയുന്ന പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ വായിക്കാൻ പറ്റുമോ? For the common man, this may all seem very wonderful, but as one makes progress in devotional service, all this can be realized. Maybe difficult ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത് കണ്ടുപിടിക്കാന്. അപ്പൊ എന്താന്ന് വെച്ചാല്, യെസ്, നമ്മൾ വന്നിട്ട് സാധാരണമായിട്ടുള്ളപ്പോ വന്നിട്ട് വ്രജവാസികൾ കുറിച്ച് മനസ്സിലാക്കാനും വൃന്ദാവനത്തിലെ കൃഷ്ണൻ വന്നിട്ട് ഓരോരോ ഡിവോട്ടിയും എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഗോസ്വാമീസ് വന്നിട്ട് ഓരോ ദിവസം ഓരോ ട്രീയുടെ അടിയിൽ ഓരോ ദിവസം പോലും ദേവർ നോട്ട് അറ്റ് ഓൾ അറ്റാച്ച്ഡ്. നമുക്കൊന്നും നമ്മുടെ വീട്ടില് നമ്മുടെ ബെഡ്, നമ്മുടെ കോർണർ, നമ്മുടെ സീറ്റ്, നമ്മുടെ സ്റ്റഡി ടേബിള്, ഇതെല്ലാം വി ആർ അറ്റാച്ച്ഡ് ടു സോ മെനി തിങ്സ്. അപ്പൊ വ്രജവാസീസ് വന്നിട്ട് ഒരു ദിവസം ഒരു ട്രീന്റെ അടിയിൽ പോലും ഇരുന്ന് തപസ് ചെയ്യില്ല. നോട്ട് മോർ ദാൻ 1 day. കംപ്ലീറ്റ്ലി സറണ്ടർഡ് ആയിട്ടുള്ളപ്പോ അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം കൽപ്പക വൃക്ഷങ്ങളായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ എല്ലാമേ വന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്തു എന്നാണ്. അപ്പൊ ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ് അപ്പൊ വൃന്ദാവൻ വന്നിട്ട് യെസ് Vrindavan is actually experienced as it is by persons who have stopped trying to derive pleasure from material enjoyment. ഭൗതിക ഇച്ഛകൾ ഇനിയും എൻജോയ് ചെയ്യണം, ഭൗതിക യന്ത്രങ്ങൾ ഇന്നും തൃപ്തി ചെയ്യണം, ഭൗതികത്തിൽ ഇനി അച്ചീവ് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് വന്നിട്ട് വൃന്ദാവൻ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. who have stopped trying to derive pleasure. ആരെല്ലാം ഇത് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഭൗതികത്തില് കൂടി എനിക്ക് എൻജോയ്മെന്റ് വേണം എന്നുള്ളതെല്ലാം കംപ്ലീറ്റ്ലി അതിന് ഫുൾ സ്റ്റോപ്പ് വെച്ചവർക്ക് മാത്രമേ വന്നിട്ട് ഈ വൃന്ദാവനത്തിലുള്ള ആധ്യാത്മിക ആനന്ദം വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് സിംപ്ലി എക്സസൈസ് ഫോർ കുംഭമേള സമയത്താണ് ആരോ ഒരു സീനിയർ ഡിവോട്ടി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭക്തി ശീല പ്രഭുപാദിന്റെ സമയത്താണോ അറിയില്ല. അപ്പൊ വന്ന് ഡിവോട്ടീസ് വന്നിട്ട് ഹരികഥ കേൾക്കാതെ ധാമിനെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോയപ്പോ മഹാരാജ് പറഞ്ഞു, ഹൗ വാസ് യുവർ എക്സസൈസ് ടു ദി ഐസ്? ഇറ്റ് ഈസ് സിംപ്ലി എ മിയർ ഐ എക്സസൈസ്. ഡാമിന് ചുമ്മാ കറങ്ങി കാണുന്നത് വന്നിട്ട് ഒരു ഐ എക്സസൈസ് മാത്രമാണ്. ഡാമിനെ കുറിച്ച് അറിയണം, ആ ഡാം വന്നിട്ട് റിവീൽ ആകണം, ഭഗവാനെ കുറിച്ച് അറിയണം, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം
പ്രവിഷ്ട കർണരന്ധ്രേണ. ഫസ്റ്റ് വി ഷുഡ് ഹിയർ സഫിഷ്യന്റ്ലി മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ അബൌട്ട് കൃഷ്ണ. പിന്നെ നമ്മൾ ചെവികൾ കൂടെ ഭഗവാനെ വന്നിട്ട് കാണാനും ഭഗവത് ഭക്ത മനസ്സിലാക്കണം. അതർവൈസ് വന്നിട്ട് ഈവൻ സ്വയം ഭഗവാൻ വന്നിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും നമുക്ക് വന്നിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ മെറ്റീരിയൽ എൻജോയ്മെന്റ് വേണമെന്ന് വിചാരിക്കുന്നതോളം നമുക്ക് വന്നിട്ട് എന്താണ് വൃന്ദാവനത്തിന് വന്നിട്ട് നല്ലപോലെ അനുഭവിക്കാൻ പറ്റില്ല. സോ ഇത് നമ്മുടെ മനസ്സിലുള്ള ഈ ഭൗതിക ഇച്ഛകളെല്ലാം എപ്പോ പോവും? അപ്പോഴേ നമുക്ക് വൃന്ദാവനത്തില് പോയി ഭഗവത് ഭക്തന്മാരുടെ അസോസിയേഷനും വൃന്ദാവനത്തെയും ശരിക്കും ധാമത്തെയും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. യെസ്. അപ്പൊ ഓരോരോ പ്രാവശ്യം നമ്മൾ ധാമിലേക്ക് പോകുമ്പോഴും ഓരോരോ പ്രാവശ്യം നമ്മൾ പ്യൂരിഫൈ ആകുമ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വൃന്ദാവനത്തിന്റെ മഹത്വം, ധാമിന്റെ മഹിമ എല്ലാം സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്രത്തോളം നമ്മൾ ഭൗതികത്തിൽ നിന്നിട്ട് മേലെ വരുന്നു അത്രത്തോളം നമുക്ക് വന്നിട്ട് ധാം വന്നിട്ട് റിവീൽ ആവുമെന്ന് പറയുന്നുണ്ട്. സോ അപ്പൊ വന്നിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് ഈ ഭൗതിക ലോകത്തിലെ ഇപ്പൊ നമ്മൾ കാണുന്ന ഭാരതത്തിലുള്ള വൃന്ദാവനത്തെയും സ്പിരിച്വൽ വേൾഡിലെ ഗോലോകത്തിലുള്ള വൃന്ദാവനത്തെയും വ്യത്യാസപ്പെടുത്തി നോക്കിയില്ല. അപ്പൊ 16th verse ഓഫ് ചൈതന്യ ചരിതാമൃത അപ്പം ഇവിടെ ദിവ്യ വൃന്ദാരണ്യ കൽപദ്രുമത ശ്രീമത് രത്നാങ്കര സിംഹാസനസ്ഥോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഗോലോക വൃന്ദാവനത്തിലെ രത്നസിംഹാസനത്തിലുള്ള രാധാറാണിയും കൃഷ്ണനും ഇരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും രാധാകൃഷ്ണൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദ ദേവോ പ്രേഷ്ഠാലിധി സേവ്യമാനവ് സ്മരാമി എന്ന് പറഞ്ഞ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് 16th verse വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ അപ്പൊ കൃഷ്ണന്റെ പ്രിയപ്പെട്ട ഗോപിമാരെല്ലാം എന്ത് ചെയ്യുന്നു? നൈസ്ലി ആടി പാടി ഇത് വന്നിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്ന പാട്ട് വന്നിട്ട് വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ രതന മന്ദിര മനോഹര ആവൃത കാലിന്ദി നീരെ രാജഹംസ കിളി പോരെ താഹേ ശോഭെ കനക കമാല. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ ചിന്താമണി ധാം. അപ്പൊ രത്തന മന്ദിര മനോഹര അവിടെ നരോത്തം ദാസ് ഠാക്കൂർ ഇത്. അപ്പൊ താമ്രമധ്യേ ഹിമപീഠ അഷ്ടദളേ പ്രധാനദായി. ഇവിടെ വന്നിട്ട് നരോത്തം ദാസ് ഠാക്കൂർ ഇത് മാറി കൃഷ്ണ വേറെ സൗണ്ട് കുറെ കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ മ്യൂട്ടില് വെക്കാവോ പ്ലീസ്? അപ്പോ നരോത്തം ദാസ് ഠാക്കൂർ ആ സോങ്ல പറയുന്നത് പോലെ വൃന്ദാവനില് ചൈതന്യ ചരിതാമൃതാല് ഇപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് ആധ്യാത്മിക ലോകത്തിലെ ഗോലോക വൃന്ദാവനിലെ എങ്ങനെ രാധയും കൃഷ്ണനും രത്നസിംഹാസനത്തിൽ വിരാജിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും കാണുന്നുണ്ട്. സോ thus Krishnadas Kaviraj Goswami considered Vrindavana in India to be as good as Vrindavana in the spiritual sky. In the 16th verse of Chaitanya Charitamrita, he describes Radha and Krishna seated on a beautiful wish-fulfilling tree in Vrindavana on a throne decorated with valuable jewels. ആ ത്രോൺ വന്നിട്ട് രത്നസിംഹാസനം ഒരുപാട് ജുവൽസ് എല്ലാം ഉണ്ട്. There, Krishna's dear gopi friends serve Radha and Krishna by singing. അവിടെ പറയുന്നത് ഒരു പലാവന്യാരാസി അമിയ പരിചേകാസി ഹാസ്യ പരിഹാസ സംഭാഷണേ. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ രാധാകൃഷ്ണനും ഗോപിമാരെല്ലാം രാധാകൃഷ്ണന്റെ സെർവ് ചെയ്യുന്നത് എങ്ങനെ? സിംഗിങ്, ഡാൻസിങ്, ഓഫറിംഗ് ബീറ്റൽ നട്ട്സ്. ഇവിടെ അതും ഈ പാട്ടിൽ അതും പറയുന്നുണ്ട്. യെസ്. സോ അവിടെ വന്നിട്ട് താമ്പൂലം കൊടുക്കുന്നുണ്ട്. കൃഷ്ണന് വന്നിട്ട് താമ്പൂല കൊടുക്കുന്നുണ്ട് ഗോപിമാരന്. അങ്ങനെ ആ പിക്ചർ അങ്ങനെ വന്ന്
വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. സോ yes, their lordships with flowers. Even today in India, people decorate the swings. ശരിക്കും അവിടെ വന്നിട്ട് എന്താണ്, അവിടെ വന്നിട്ട് ജൂലൻ യാത്ര നടക്കുന്ന അവിടെ. അപ്പൊ ജൂലൻ അപ്പൊ the Krishna's dear gopi friends serve Radha and Krishna by singing, dancing, offering betel nuts and refreshments, and decorating the lordship with flowers. Even today in India, people decorate swinging thrones and recreate the scene during the month of July, August. Generally, at that time, people go to Vrindavana to offer respects to the deities there. അപ്പൊ നമ്മൾ ജൂലൻ യാത്ര നടക്കുന്ന സമയമാണ്. ജൂലൻ യാത്ര നടക്കുമ്പോൾ ഇങ്ങനെ നല്ല ജൂല ഉണ്ടാക്കി നൈസ്ലി ഡെക്കറേറ്റ് ചെയ്ത് അതേ ഓർമ്മയില് ഓരോരോ പ്രാവശ്യം വന്നിട്ട് ഭഗവാനെ സേവിക്കുമ്പോഴും നമ്മള് പേഴ്സണലി ഭഗവാൻ വന്നിട്ട് മുമ്പിൽ ഇരിക്കുന്ന മാതിരി വിചാരിച്ചിട്ട് നമുക്ക് അത്രയ്ക്കെല്ലാം പ്യൂരിറ്റി ഇല്ല. എന്നാലും വി ഷുഡ് ട്രൈ ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് റിലേഷൻഷിപ്പ്. ഭഗവാൻ എന്റെ മുമ്പിലുണ്ട്, ഞാൻ കൊടുക്കുന്ന ഓഫറിങ്സ് വന്നിട്ട് അതിൽ മിസ്റ്റേക്സ് ഉണ്ടായാലും ഗുരു മഹാരാജ് അത് തിരുത്തി ഭഗവാൻ ആ സേവയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൂഡില് നമ്മള് സേവ ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്കൂൾ ഗോയിങ് ടൈമിലുള്ളപ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, എൻ്റെ അമ്മ ഓഫറിങ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പോയി ഓഫർ ചെയ്യും. ഓഫർ ചെയ്തിട്ട് വെളിയിൽ വന്ന പിന്നെ മമ്മി ചോദിക്കും, നീ എന്താണ്ടി ഓഫർ ചെയ്തത്, എന്താ ഓഫർ ചെയ്തത് അവിടെ? ഞാൻ പറഞ്ഞു, മമ്മി എന്താ ഉണ്ടാക്കിയത്? മമ്മി ഉണ്ടാക്കി എനിക്ക് ഓഫറിംഗ് പ്ലേറ്റിൽ വെച്ചത് ഞാൻ ഓഫർ ചെയ്തു അതിനെ. അപ്പൊ നീ വിചാരിച്ചൂടെ? അപ്പൊ മമ്മി എന്നോട് ചോദിക്കാ, നീ വിചാരിച്ചൂടെ? ഞാനൊരു സാധാരണ ദാലും ഒരു തോരനും ഓഫർ ചെയ്ത നീ വന്നിട്ട് നല്ല ചക്കപ്രഥമനുണ്ട്, നല്ല അവിയലുണ്ട്, അവിടെ ചിലപ്പോ ഒന്നും ഉണ്ടാ കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും ചിലപ്പോ. അപ്പൊ അങ്ങനെ മനസ്സിൽ വിചാരിച്ചൂടെ? അപ്പൊ മമ്മി പറയാ, ഞാൻ അങ്ങനെ ഓഫർ ചെയ്യുമ്പോ അങ്ങനെ കൃഷ്ണനും ബലറാമനെയും കുട്ടിയായി വിചാരിച്ച് ഊഞ്ഞാലിരുത്തി ആ ഊഞ്ഞാല തള്ളി ആട്ടും. അപ്പൊ യശോദാമ്മ ഓഫർ ചെയ്യുമ്പോ യശോദാമ്മയുടെ കയ്യില് പ്ലേറ്റ് എത്തിച്ച പിന്നെ യശോദാമ്മ വന്നിട്ട് കൃഷ്ണനും ബലറാമനും കുട്ടികളാ, സ്മോൾ പ്രായം, വളരെ കുഞ്ഞു നല്ല ഗോളി ബേബീസ്, ലഡു മാതിരി നല്ല പ്ലംപി കുട്ടികള് ഇങ്ങനെ ഊഞ്ഞാലിരിക്കുന്നു. അവർക്ക് വന്നിട്ട് യശോദാമ്മ വായില് വാരി കൊടുക്കുന്നുണ്ട്. ഒരു വാ കഴിച്ച ഉടനെ ഊഞ്ഞാലിങ്ങനെ തള്ളുന്നു. അവർ ഊഞ്ഞാലിങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഊഞ്ഞാല് തിരിച്ചു വരുമ്പോ അവർ കഴിച്ചു കഴിഞ്ഞ പിന്നെ അടുത്ത വാ ഉരുട്ടി കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ യശോദാമ്മ വാരി കൊടുക്കുമ്പോ ഞാൻ വെളിയിലിരുന്ന് ഇങ്ങനെ അത് കണ്ട് ഇങ്ങനെ അങ്ങനെ എന്റെ മമ്മി എങ്ങനെ പറയാറുണ്ട്, ഞാൻ അങ്ങനെ അത് എൻജോയ് ചെയ്ത്. നീ വിചാരിച്ചൂടെ മനസ്സില് നല്ല ഇങ്ങനെയെല്ലാം ഭഗവാൻ ഓഫർ ചെയ്തു എന്ന് വിചാരിച്ചൂടെ? അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. മമ്മി എന്ത് തട്ടില് എടുത്ത് കൊണ്ടുപോയി ഓഫർ ചെയ്യുന്നു പറയുന്നു, അതങ്ങ് കൊണ്ടുപോയി ഓഫർ ചെയ്യും, അത്രേ ഉള്ളൂ. കാണ്ട് യു തിങ്ക്? അപ്പൊ ഒരു ഇങ്ങനെ സേവ ചെയ്ത് വരുമ്പോ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കൃഷ്ണന്റെ അടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെ കൃഷ്ണ ഇസ് വെരി പേഴ്സണൽ, വെരി 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 പേഴ്സണൽ. അത് വന്ന് നമ്മൾ ഇമാജിൻ ചെയ്താലും എന്താ പറയാ, ഭഗവാൻ വന്നിട്ട് ആ ഭാവത്തിന് വന്ന് അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ് അവരെല്ലാം വന്ന് എന്ത് ചെയ്യുന്ന വെച്ചാല് അങ്ങനെ മമ മന്ദിരേ രാഹേ നിഷീദിൻ കൃഷ്ണ മുരാരി, പ്ലീസ് സിറ്റ് ഇൻ ദ ടെമ്പിൾ ഓഫ് മൈ ഹാർട്ട്. ഓ കൃഷ്ണ മുരാരി, എന്റെ ഹൃദയത്തില് ഉള്ള ആ മന്ദിരത്തില് പ്ലീസ് ഒന്ന് ഇരിക്കണം. അങ്ങനെ ശരിക്കും അത് ആ കീർത്തൻ ഭജൻ പാടുമ്പോ അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് ശരിക്കും അത് സംസാരിക്കണം. നമ്മൾ അത്രയ്ക്ക് ആയിട്ടില്ലെങ്കിലും ഗ്രേറ്റ് വൈഷ്ണവാസ് എല്ലാം ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള വൈഷ്ണവാചാര്യ ഗീതങ്ങളിലുള്ള പാട്ടുകളെല്ലാം അത് ആ മീനിങ് അതുപോലെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് അതുപോലെ റിയലൈസേഷൻസ് എല്ലാം ഇല്ല, ബട്ട് സ്റ്റിൽ വി പ്രേ ടു ദ ആചാര്യാസ്. ഇതെല്ലാം എപ്പോ എനിക്ക് മനസ്സിലാകും, ഇതെല്ലാം എപ്പോ എനിക്ക് എന്താ പറയാ, ഈ സ്റ്റേജ് എല്ലാം എപ്പോ ഞാൻ പ്യുവർ വൈഷ്ണവാസിന് സ്വാർത്ഥത ഇല്ലാതെ പ്യുവർ ഡിവോഷണൽ സർവീസ് ചെയ്യണം എന്നുള്ള ഒരു ഭാവം എപ്പോ വരും, ആ ഒരു വളരെ ഒരു പ്രേയർഫുൾ മൂഡിൽ വന്നിട്ട് നമ്മൾ ഓരോരോ വൈഷ്ണവ ഗീതവും പഠിച്ച് അങ്ങനെ പ്രാർത്ഥിക്കണം. സോ 16th ശ്ലോകാല് ഇങ്ങനെ പറയുന്നുണ്ട്. സോ നൗ വി ഗോ ടു ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. അവിടെ ഫൈനലി കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്ന് ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് രാധാ ഗോപിനാഥ ഡേറ്റിക്ക് വരുന്നുണ്ട്. ഇപ്പൊ രാധാ മദനമോഹന്റെ പ്രാർത്ഥന കണ്ടു, പിന്നെ രാധാ മദനമോഹന ഡേറ്റീസ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് രാധാ ഗോവിന്ദദേവനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തത് രാധാ ഗോപിനാഥ ഡേറ്റി വന്ന് ശ്രീമാൻ
രാസരസാരംഭി വംശീവടതടസ്ഥിതഃ കർഷൻ വേണുസ്വന സ്വനൈർഗോപീർഗോപിനാഥായ ശ്രേയസ്തുനഃ. Last വന്നിട്ട് Gopinath deity. Finally, Krishnadas Kaviraj Goswami offers his obeisances to his readers in the name of Gopinath deity, who is Krishna as the master and proprietor of the gopis. അപ്പൊ ഭഗവാൻ വന്നിട്ട് ഒരു ഫ്ലൂട്ട് വന്ന് പ്ലേ ചെയ്യുമ്പോ அந்த വേണുനാഥത്തിനെ കേട്ടിട്ട് ഒരു ഫ്ലൂട്ട് പ്ലേ ചെയ്യുമ്പോ ഗോപിമാര് ഓടി വരും അവിടെ. ഏത് രാത്രിക്ക് വിളിച്ചാലും അതുപോലെ ഒരു ഫ്ലൂട്ടിന് പ്ലേ ചെയ്യുമ്പോ പശുക്കളെല്ലാം ഓടി വരും. അങ്ങനെ ഭഗവാന്റെ ഫ്ലൂട്ട് എല്ലാം കേട്ടിട്ട് ഓടി വരും. അപ്പൊ പിന്നെ ഭഗവാൻ വിളിക്കുമ്പോ ഭഗവാന്റെ കൂടെ ആനന്ദ നൃത്യം ചെയ്യുന്നു. സോ ഇതെല്ലാം വന്നിട്ട് ഭാഗവത്തില് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഗോപീസ് എല്ലാം വന്നിട്ട് ഭഗവാന്റെ ചെറിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗോപിമാരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോ എല്ലാ ഗോപിമാരും ചില പ്രഭുപാദി ഇൻട്രൊഡക്ഷന്റെ ലാസ്റ്റ് പാരഗ്രാഫിന് മുമ്പ് പറയുന്നുണ്ട്, എല്ലാ ഗോപികളും they were married by the age of 12, generally in India, the gopis. അപ്പൊ വന്നിട്ട് ചെറു പ്രായത്തിലെ വന്നിട്ട് ഗോപിമാർക്കെല്ലാം കല്യാണമായി. കൃഷ്ണൻ വന്നിട്ട് പിന്നെ these gopis were childhood friends of Krishna, and many were married. For in India, the girls are generally married by the age of 12. The boys, however, are not married before 18. So 12 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്ക് കല്യാണമായി. അതുപോലെ ആൺകുട്ടികളും വന്നിട്ട് 18 വയസ്സ് മുമ്പ് ആൺകുട്ടികളും മാരി ആവും. അപ്പോ കൃഷ്ണൻ വന്നിട്ട് ഈ ഫ്ലൂട്ട് വായിക്കുമ്പോ 15 വയസ്സേ ഉള്ളൂ, 15 years, and he was not married. അപ്പൊ ഈ ഗോപിമാരെ വന്നിട്ട് വിളിക്കുമ്പോ ഗോപിമാരെല്ലാം വന്നിട്ട് ആ വേണുനാഥൻ കേട്ടിട്ട് ഏത് രാത്രിയിലും വന്നിട്ട് കൃഷ്ണനെ സേവിക്കാൻ വേണ്ടിട്ട് അവിടെ വരും. അപ്പൊ that dance is called Rasalila dance, and it is most elevated of all the Vrindavana pastimes. Krishna is therefore called Gopinatha because he is the beloved master of the gopis. അങ്ങനെ കൃഷ്ണൻ വന്നിട്ട് വിളിക്കുമ്പോ ഈ ഗോപിമാർ എല്ലാവരും കംപ്ലീറ്റ്ലി സറണ്ടേർഡ് സോൾസ് അവരെല്ലാം വന്നിട്ട് ഭഗവാൻ വിളിക്കുമ്പോ അവിടെ എത്തിച്ചേരുന്നുണ്ടെന്ന്. അപ്പൊ കൃഷ്ണദാസ Kaviraj Goswami petitions the blessings of Lord Gopinatha. May that Gopinatha, the master of the gopis, Krishna, bless you. May you become blessed by Gopinatha, the author of the Chaitanya Charitamrita. Praise that just as Krishna attracted the gopis by the sweet sound of the flute, he will also attract the reader. He will also attract the reader's mind by the transcendental vibration. ഇവിടെ വന്നിട്ട് blessings കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് ഗോപിനാഥ ഡേറ്റി വന്നിട്ട് പ്രാർത്ഥിച്ച പിന്നെ നമുക്ക് എല്ലാവർക്കും ബ്ലെസ്സിങ്സ് അവിടെ തരണം. അവർ വന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹം കിട്ടട്ടെ എന്ന് അവര് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. May that Gopinatha, the master of gopis, bless you. May you become blessed by Gopinatha. നമുക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട്. ഈ നമുക്ക് may they all confer upon us their benediction. നമുക്ക് അവര് അനുഗ്രഹിക്കട്ടെ. ആരാ? രാധാ ഗോപിനാഥ. അപ്പൊ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി മഹാരാജ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഗോപിനാഥന്റെ ബ്ലെസ്സിങ്സ് കിട്ടട്ടെ. അതുപോലെ അട്രാക്ട് ദ ഗോപീസ് ബൈ ദ കൃഷ്ണൻ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലൂട്ട് വായിച്ച് എല്ലാവരെയും അട്രാക്ട് ചെയ്തോ അതുപോലെ തന്നെ he will also attract the reader's mind by that transcendental vibration. അതേപോലെ വേണുനാഥത്തില് ഈ വായിക്കുന്ന ഓരോരോ ആളെയും വന്നിട്ട് ഭഗവാൻ വന്നിട്ട് അട്രാക്ട് ചെയ്യുമെന്ന് നമ്മളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. സോ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് ജയ്. അപ്പൊ കൃഷ്ണദാസ് കവിരാജ് മഹാരാജിന്റെ ബ്ലെസ്സിങ്സോടെ കൂടി നമുക്കും ഈ ട്രാൻസെൻഡന്റൽ പാസ്റ്റ് ടൈംസ്, ഈ ദിവ്യ ഉന്നത ലീലകളെല്ലാം നമുക്കും മനസ്സിലായി നമ്മളും എന്താ പറയാ ഭഗവാന്റെ നല്ല ഒരു സേവകനായിട്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ സേവ ചെയ്യാൻ അനുഗ്രഹം തരണമെന്ന് കൃഷ്ണദാസ് കവിരാജ് മഹാരാജോട് നമുക്ക് പ്രാർത്ഥിക്കാം. സോ വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഇൻട്രൊഡക്ഷൻ ഭാഗം കഴിയുന്നുണ്ട്. Thank you so much. Hare Krishna. Hare Krishna. Hare Krishna Maji. Thank you so much Maji. Hare Krishna. എന്റെ അടുത്ത് ഇംഗ്ലീഷ് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് റീഡ് ചെയ്തു. കുഴപ്പമില്ലല്ലോ മാതാജി? കുഴപ്പമില്ല മാജി, കുഴപ്പമില്ല. മലയാളം വായിച്ചല്ലോ, അതുകൊണ്ട് നോ ഇഷ്യൂ മാജി. ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പോയിന്റ്സോ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ദയവായി ചെയ്യുക. യെസ് പ്ലീസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ മാതാജി കൃഷ്ണ. പ്രജാവാസികളുടെ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു പ്രഭുപാദിന്റെ ഒരു തോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രഭുപാദ് ഒരിക്കൽ വൃന്ദാവനത്തിൽ വസിക്കുമ്പോ അവിടെ വെച്ചിട്ട് പ്രഭുപാദിന്റെ റൂം ക്ലീൻ ചെയ്യുന്ന ആള് ഇങ്ങനെ ചിലന്തി വരെ അടിക്കുമ്പം പറയും, പാടില്ല, അത് പ്രജവാസികളാണ്, അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ മാതാജി അത് പറഞ്ഞപ്പോ എനിക്ക് വേഗം ഓർമ്മ വന്നു. പിന്നെ മാതാജി പറഞ്ഞ കാര്യങ്ങൾ വ്രജത്തിൽ നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് നായി, പശു, പന്നി ഇവരെല്ലാവരും ഒത്തൊരുമയോടെ ഒത്തു താമസിക്കുന്ന ഒരു സ്ഥലം വൃന്ദാവനത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ വളരെ ഇതായിട്ട് മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ. സോ മച്ച്. മാതാജി അതേപോലെ എന്തെങ്കിലും പറഞ്ഞത്, ഹരേ കൃഷ്ണ, മാതാജി പറഞ്ഞ ആ പോയിന്റ് എനിക്ക് വളരെ ടച്ചിങ് ആയി തോന്നി. ഭഗവാനെ രാധാകൃഷ്ണനെ ഇങ്ങനെ യശോദയ്ക്ക് കൊടുക്കുന്ന പോലെ ചെറിയ കുഞ്ഞായിട്ട് അമ്മ അങ്ങനെ വിചാരിച്ച് ഓഫർ ചെയ്യുന്നൊക്കെ പറഞ്ഞ അതൊരു പുതിയൊരു എനിക്കൊരു അറിവാണ്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇത് കിട്ടിയത് വളരെ നന്ദി മാതാജി അങ്ങനെ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഓഫർ ചെയ്യുമ്പോ അമ്മ വെളിയിൽ വന്നവര് ചോദിക്കും. അപ്പൊ എന്താ മമ്മി എന്ത് കയ്യില് പ്ലേറ്റിൽ എത്തുന്ന അതല്ലേ നമ്മളിപ്പോ ഓഫർ ചെയ്ത്, ഇതെന്താ ചോദിക്കാൻ എന്താന്ന്. അപ്പൊ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. വെരി നൈസ്, വെരി നൈസ്. അപ്പൊ വന്നിട്ട് മെക്കാനിക്കലായിട്ട് ദിവസം പൂക്കെട്ട് പൂക്കെട്ടി ഓഫർ ചെയ്ത് പിന്നെ അത് കഴിയുമ്പോണ്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വന്ന ആ സേവടകൾ കളറായിട്ട് ഈ ഡ്രസ്സിന് ഈ മാച്ചിങ് ഫ്ലവർ വെച്ച് പൂക്കെട്ടണം എന്ന് ഹോം ഡീറ്റീസ് വീട്ടിലുള്ള ഒരു കുട്ടി ജഗന്നാഥ് ഡീറ്റീസിന്. അപ്പൊ ഷീ വിൽ ആസ്ക്. സോ മൈ മദർ വാസ് ഫസ്റ്റ് ഗുരു. യെസ്, വെരി നൈസ്, വെരി നൈസ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ സമയം ഒരുപാട് എടുത്തു തോന്നുന്നു. ഇൻട്രൊഡക്ഷൻ ഫിനിഷ് ആവണമെന്ന് ഞാൻ ഇതിൽ പോയതാ. സോ എന്തെങ്കിലും നല്ലതായിട്ടുണ്ടെങ്കിൽ ഗുരു മഹാരാജിന്റെ അനുഗ്രഹം, എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫർഗിവ് മീ. താങ്ക് യു സോ മച്ച്. എല്ലാ വൈഷ്ണവന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു സോ മച്ച് മാജി. അപ്പോ എല്ലാവർക്കും നന്ദി. ഇന്ന് കലാം പ്രഭു തിരക്കാണ്, കാരണം പ്രഭുവിന്റെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ് നാളെ. എല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ. അപ്പോ അടുത്ത തിങ്കളാഴ്ച നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കൃഷ്ണ.